എല്ലാവർക്കും ഭാഗവത ക്ലാസ്സിലേക്ക് ആദ്യം ജയ രാഘവ ജയ തുംഗവിഹാരി ജയ ഗോപികരവല്ലഭ ജയ ഗിരിവരാരി ഗിരിവരാരി യശോദനന്ദന വൃഗനരന്ദന അതാജി ഒന്ന് മൂട്ടിയണേ. യശോദനന്ദന വൃഗനരന്ദന യമുന യമുന ജയ രാഘവ ജയ തുംഗവിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവി സരസ്വതി വ്യാസം തതോ ജയമുദീരേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകി മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമോ പങ്കജനാഭായ നമോ പങ്കജമാലിനി നമോ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം തത്സത്. ഹരേ കൃഷ്ണ. സ്വാഗതം. ശ്രീമദ് ഭാഗവത് അധ്യായം സ്കന്ധം 1 അധ്യായം 5 ശ്ലോകം 40. സ്വമപ്യസൃത വിശ്വദുരം വിശ്രുതം വിഭും സമാപ്യദേന വിദാംബുൽസിതം. ഹരേ കൃഷ്ണ. എല്ലാവരും മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ഭഗവത് ക്ലാസ് തീരുന്നവരെ മൂട്ട് കോമൺ ആയിട്ട് മൂട്ടി മാതാജി കോമൺ ആയിട്ട് മൂട്ട്.
ഹരേ കൃഷ്ണ. എല്ലാവർക്കും കോമൺ ആയിട്ട് മ്യൂട്ട് ചെയ്തോളും മതി. ഓക്കെ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമാപ്യതപസ്രുത വിശ്രുതം വിഭൂ സമാപ്യതേന വിദാംബുഭൂഷിതം പ്രഖ്യാഹി ദുഃഖേ മുഹുരാതിരാത്മനാം സംക്ലേശ നിർവാണം മുഷന്തിനന്യതാം സമാപ്യത പ്രസ്തുത വിശ്രുതം വിഭൂ സമാപ്യതേന വിദാംബുഭൂഷിതം പ്രഖ്യാഹി ദുഃഖേ മുഹുരാതിരാത്മനാം സംക്ലേശ നിർവാണം മുഷന്തിനന്യതാം. പദങ്ങളുടെ അർത്ഥം: ത്വം അങ്ങാകുന്ന ശ്രേഷ്ഠ ആത്മാവ് അഭി കൂടിയും അഭദ്ര വിശാലമായ ശ്രുത വേദസാഹിത്യങ്ങൾ വിസ്തൃതം ശ്രമിച്ചു ഗ്രഹിച്ചത് വിഭൂ സർവശക്തന്റെ സമാധികതയെ സംവൃത്തമാക്കി ഏന രീതിയിൽ വിടാം വിജ്ഞാനിയുടെ ഉത്സിതം അതീന്ദ്രിയങ്ങളിലും അഭ്യസിക്കാൻ സദാ കാക്ഷിക്കുന്നവൻ പ്രാഖ്യാകി വിവരിക്കുക. ദുഃഖ ക്ലേശങ്ങളാൽ മുഹു നിരന്തരമായി ആർത്തിത ദുരിതമനുഭവിക്കുന്ന ജനസമൂഹം സംക്ലേശ ക്ലേശങ്ങൾ നിർവാണം ശമനം ഉഷന്തി നിർമുക്തരാകുന്നില്ല അന്യഥ മറ്റൊരു വിധത്തിൽ. ആകയാൽ മഹാപണ്ഡിതന്മാരുടെ അഭിലാഷങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതിനും അതേസമയം ഭൗതിക യാതനകൾ സദാ അനുഭവിക്കുന്ന സാമാന്യ ജനസമൂഹങ്ങളുടെ ദുരിതങ്ങളെ ലഘൂകരിക്കുന്നതിനുമായി വേദങ്ങളുടെ വിപുല ജ്ഞാനത്താൽ അങ്ങ് അഭ്യസിച്ച സർവശക്തനായ ഭഗവാന്റെ ലീലകളെ കുറിച്ച് വിശദീകരിച്ചാലും അവിധ യാതനകളിൽ നിന്നും വിമുക്തമാകാൻ മറ്റു മാർഗങ്ങൾ ഇല്ല തന്നെ. ഭാവാത്മശീലപ്രഭാതിയെ ഭൗതിക പ്രവർത്തനങ്ങളുടെ സർവപ്രസംഗങ്ങൾക്കുമുള്ള പ്രാഥമിക പരിഹാരം പരമപുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ മഹാത്മ്യങ്ങളെ അതിവിപുലമായി പ്രക്ഷേപണം നടത്തുകയാണ് ശ്രീ നാരദമുനി പ്രായോഗിക അനുഭവം. 4 വിഭാഗം സ്വഭാവശക്തിയുള്ള നല്ല പരിചയം, 4 വിഭാഗം വിശിഷ്ട ഭീഷണികളുണ്ട്. സർവശക്തനായ ഭഗവാന്റെ പ്രാമാണികതയെ ഈ 4 വിഭാഗം നല്ല മനുഷ്യർ അംഗീകരിക്കുന്നു. ഇത്തരത്തിൽ നല്ല മനുഷ്യർ ഒന്ന് വിഷമഘട്ടത്തിലാകുമ്പോൾ 2 ധനം ആവശ്യമായി വരുമ്പോൾ 3 ജ്ഞാനത്തിൽ വികാസം പ്രാപിക്കുമ്പോൾ പിന്നെ 4 അധികതരമായി ഭഗവാനെ കുറിച്ച് ഗ്രഹിക്കാൻ പ്രയാസമാകുന്നു. ഉൾവിളി ചെയ്തുകൊണ്ട് ഭഗവാനിൽ അഭയം പ്രാപിക്കുന്നു. ആകയാൽ വ്യാസദേവൻ നേരത്തെ തന്നെ വാർത്തമാക്കിയ അപരിമിതമായ വേദജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അതീന്ദ്രിയ ഭഗവത് ജ്ഞാനത്തെ പരക്കെ പ്രക്ഷേപിക്കാൻ ശ്രീ നാരദൻ വ്യാസദേവനെ രക്ഷിച്ചു. ദുഷിത മനുഷ്യരിലും 4 ഭാഗങ്ങളുണ്ട്. ഫലോദ്ദിഷ്ട കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുകയും അപ്രകാരം അതിനോട് ചേർന്ന് വരുന്ന ക്ലേശങ്ങൾക്ക് വിധേയരാകുകയും ചെയ്യുന്നവർ. 2 ഇന്ദ്രിയ സംതൃപ്തിക്കായി ദുർബുദ്ധമായ പ്രവർത്തികൾ മാത്രം ശീലിക്കുകയും അതിനാൽ ഉളവാകുന്ന അനന്തര ദൂഷിതം അനുഭവിക്കുകയും ചെയ്യുന്നവർ. 3 ഭൗതികമായ വിജ്ഞാനത്തിൽ പുരോഗമിച്ചവരും എന്നാൽ സർവശക്തനായ ഭഗവാന്റെ പ്രാമാണികതയെ അംഗീകരിക്കാൻ വേണ്ടത്ര വിവേകമില്ലാത്തവരുമായവർ. 4 നാസ്തികർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങൾ. അവർ സദാ വിഷമതകളിൽ ആണെങ്കിൽ തന്നെയും ഈശ്വരൻ എന്ന പരാമർശം പോലും അവർ മനസ്സുകൊണ്ട് വരുന്നു. നന്മയും തിന്മയുമുള്ള ഈ പറഞ്ഞ 8 വിഭാഗക്കാർക്കും നന്മ വരുത്താനായി മാത്രമാണ് ഭഗവത് മഹാത്മ്യങ്ങളെ വിശദമായി വർണ്ണിക്കുവാൻ ശ്രീ നാരദ വ്യാസദേവനെ ഉപദേശിച്ചു. ആകയാൽ ശ്രീമദ് ഭാഗവതം ഏതെങ്കിലും ഒരു വിഭാഗം ജനങ്ങൾക്കോ അഥവാ സമ്പ്രദായത്തിനോ മാത്രം വേണ്ടിയുള്ളതല്ല. ആത്മക്ഷേമവും മനസ്സമാധാനവും അകൈതകവുമായി അഭിലഷിക്കുന്ന ആ ആത്മാർത്ഥനായ ഒരു ആത്മാവിന് വേണ്ടിയാണിത്. ശ്രീമദ് ഭാഗവതം വ്യാസദേവന്റെ വ്യാസദേവൻ നാരദന് ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങൾ കൊടുത്തു. 5-ാം അധ്യായത്തിൽ ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. നമ ഓം വിഷ്ണുവാരായ കൃഷ്ണ പ്രശ്നായ ബോധലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനാമിനി നമസ്തേ സരസ്വതി ദേവി ഗോലോകാനി പ്രചാരിണി നിർവിശേഷ ശൂന്യവാരി ഭാഷാ സദാരിണി
വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരി. എല്ലാരും മ്യൂട്ട് ചെയ്യണം. പ്രഭു സൗണ്ട് വല്ലാതെ ഡിസ്റ്റർബ് ആകുന്നുണ്ട്, എല്ലാരും മ്യൂട്ട് ചെയ്യുക. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭാഗവത്തിലെ ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ നമ്മുടെ സ്കന്ധം 1, അധ്യായം 5, 40-ാമത്തെ ശ്ലോകമാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, അതായത് ഭഗവാൻ അപ്രമാദിതനാണ്. ഭഗവാൻ എല്ലാത്തിൻ്റെയും സൃഷ്ടിജാലങ്ങളുടെ യജമാനനാണ് എന്നാണ് ഇവിടെ നാരദമുനി വ്യാസദേവന് വേണ്ടി ഉപദേശിക്കുന്നത്. ഇവിടെ ഭഗവത്ഗീതയിലെ 5:29 ശ്ലോകം ഇവിടെ വ്യാഖ്യാനത്തിന് വേണ്ടി നമുക്ക് കൊടുക്കാം. ഭോക്താരാമജ്ഞ തപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാം ശാന്തി മൃച്ഛതി. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും സർവ്വദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനായ സർവ്വ ജീവജാലങ്ങളുടെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണെന്ന് ഞാനെന്ന് മനസ്സിലാക്കി കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തി താപത്രയങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടും. അങ്ങനെ സാമാന്യ ജനതയ്ക്ക് ശാന്തിയും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യാനുള്ള നേരിട്ട് കൃഷ്ണനെ സേവിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ശ്രീ വ്യാസനോട് നാരദമുനി, അദ്ദേഹത്തിന്റെ ഗുരുവായ നാരദമുനി പറയുന്നത്. ഭഗവത് നാമ ഗുണ ഗണാദികളാൽ ഭഗവാനുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവൻ എപ്പോഴും അതീന്ദ്രിയയിൽ ആണ് വർത്തിക്കുന്നത്. അതായത് ഭഗവത് യജ്ഞത്തില് ഉപയോഗിക്കുന്ന ഹവിസ്സുകളും എല്ലാ പാരഫർണീലകളും അതീന്ദ്രിയമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. എങ്കിൽ ആ യജ്ഞം ചെയ്യുന്ന ആൾ അദ്ദേഹവും പവിത്രനായിരിക്കും. അദ്ദേഹവും എന്തായിരിക്കും? അതീന്ദ്രിയ ആത്മീയ ശരീരത്തിൽ ഉൾപ്പെടുന്നവനായിരിക്കും ആ യജ്ഞം ചെയ്യുന്ന ആളും. എന്ന് പറയുന്ന പോലെ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുന്ന ആളും ആത്മീയ ശരീരത്തിലാണ് ഇരിക്കുന്നത്. ഈ ശരീരം ഭൗതികമാണെന്നെങ്കിൽ കൂടി ഭഗവത് നാമം ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവത് നാമം ജപിച്ച് ആ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും കളഞ്ഞ് ആർജിച്ചിരിക്കുന്ന പരമഭക്തൻ അല്ലെ പരമഭാഗവതരാണ് യഥാർത്ഥത്തിൽ ആത്മീയ ശരീരം ഉൾക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിന്റെ ഫലവും ഭഗവാനിൽ അർപ്പിക്കണം. ശ്രീ രൂപഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ്? അതായത് കർമ്മഫലേച്ഛയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ധനം ആ ഭക്തൻ ഭക്തിയുത സേവനത്തിന് കൂടി അത് വിനിയോഗിക്കണമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നതില് 4 തരത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയ നമ്മൾ നടത്തുന്നുണ്ട്. ശാരീരിക ശുദ്ധി ചെയ്യുന്നതിന് സ്നാനവും 3 പ്രാവശ്യം സ്നാനവും, മാനസിക ശുദ്ധി നേടുന്നതിന് ഭഗവത് സ്മരണവും, അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം നടത്തുന്നതിന്, ഹൃദയ മാലിന്യങ്ങളെ മാറ്റുന്നതിന് ഭഗവാന്റെ തിരുനാമവും, അതുപോലെ തന്നെ നമ്മൾ സമ്പാദിക്കുന്ന നമ്മുടെ കർമ്മത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി അല്ലെ നമ്മുടെ കർമ്മ ഫലത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ദാനവുമാണ് പറഞ്ഞിരിക്കുന്നത്. തപശ്ചര്യയും ദാനവും. ഇവിടെ ശ്രീല രൂപഗോസ്വാമി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ധനം ഒരു ഭക്തൻ എങ്ങനെ വിനിയോഗിക്കണമെന്നാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 50% ഭഗവത് സേവനത്തിനായി ഉപയോഗിക്കണം, 25% ആശ്രിതരുടെ അദ്ദേഹത്തിന്റെ ഭക്തന്റെ ആശ്രിതരുടെ ഉപജീവനത്തിന് വേണ്ടിയും 25% അത്യാഹിത ചിലവിലേക്കാണ് മാറ്റിവെക്കുകയുമാണ് വേണ്ടത്. അങ്ങനെ ഭഗവത് ആജ്ഞ അനുസരിക്കുന്ന ഒരാൾ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഭഗവത് ആജ്ഞയാണിത്.
അതായത് ഭക്തിയുത സേവനം എന്ന് പറയുന്നത് ഭഗവത് ആജ്ഞയാണ്. ആ ആജ്ഞ അനുസരിക്കുന്നതിന് എപ്പോഴും ഭഗവാന് പ്രിയപ്പെട്ടവനാണ് എന്ന് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഏതു ധർമാമൃതമിതം യഥോക്തം പരിയുപാസതേ ശ്രദ്ധദാനാ മത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയാഹ. അതായത് എന്റെ ആജ്ഞ അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ ധർമ്മം അനുഷ്ഠിക്കുന്നവൻ എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഇവിടെ നമ്മൾ ചെയ്യാറുണ്ട് നൈഷ്കർമ്മ്യം. നൈഷ്കർമ്മ്യം എന്ന് വെച്ചാൽ നമ്മൾ ഫലാസക്തി ഇല്ലാതെ നമ്മൾ കർമ്മം ചെയ്യുന്നു. പക്ഷേ ഫലാസക്തിയില്ലാ കർമ്മം ചെയ്തുകൊണ്ട് മാത്രം അത് ഭഗവാന് ആകണമെന്നില്ല. എന്തുകൊണ്ടെന്നാൽ അഭ്യാച്യുത ഭാവാർജിതം, ഭഗവാനില്ലാത്ത ഏത് നൈഷ്കർമ്മ്യവും ഫലപ്രാപ്തിയിൽ എത്താതെ പോകുന്നു. നൈഷ്കർമ്മ്യത്തെ അകർമ്മമായിട്ട് നമ്മൾ മാറ്റണം. അകർമ്മം എങ്ങനെ? ഭഗവത് കർമ്മമായിട്ട്. അകർമ്മം എന്ന് വെച്ചാൽ ഭഗവാന് വേണ്ടിയുള്ള കർമ്മമായിട്ട് മാറ്റുമ്പോഴേ ഭഗവാൻ അവിടെ പ്രീതിയുള്ളവനായിട്ട് മാറുന്നുള്ളൂ. ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞപ്രകാരം നാമസങ്കീർത്തനവും ഭഗവത് കഥന ശ്രവണവും ഭഗവത് സാമീപ്യത്തിൽ നൃത്തം ചെയ്യുക, പ്രസാദ വിതരണം ചെയ്യുക, പ്രസാദം ഗ്രഹിക്കുക എന്നിവയാൽ ഈ ദുഃഖപൂർണരായ ഈ ലോകം തന്നെ വൈകുണ്ഠമാക്കാൻ കഴിയുമെന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത്. പഞ്ചരാത്രത്തിലും അതുപോലെ തന്നെ പറയുന്നത് പരമപുരുഷന്റെ സർവ്വവിത്രങ്ങൾക്കും ആദികാരണമായ നാരായണനാണ്. അപ്പോ ആ നാരായണനെ ഭജിക്കുന്നതോട് കൂടി തന്നെ എന്താകുന്നു? പരമപുരുഷന്റെ ഭക്തിയുത സേവനത്തിന്റെ അത്യുന്നതയിൽ നമുക്ക് എത്താൻ പറ്റുമെന്നാണ് അവിടെ പഞ്ചരാത്രവും പറയുന്നത്. ശ്രീ നാരദ മുനിയുടെ കലർപ്പില്ലാതെ ഭക്തിയുത സേവനം ഈ തത്വത്തിന് ഉദാഹരണമാണ്. ഏത് തത്വത്തിന്? ഭഗവത് ഭജനത്തിന്റെ. മറ്റു വിഷ്ണു തത്വങ്ങളുടെയും ശക്തി തത്വങ്ങളുടെയും ആദിമ ദേവതകളായ ചതുർവ്യൂഹങ്ങളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓംകാര പ്രണവത്തിന്റെ ആദ്യ മന്ത്രമാണ് 1:5:37 പറഞ്ഞിരിക്കുന്നത്. ഓം നമോ ഭഗവതേ തുഭ്യം എന്ന വേദമന്ത്രം. എന്നാൽ ഭഗവാന്റെ മഹാത്മ്യങ്ങളുടെ കൂടെ അവിടുത്തെ ചതുർവിസ്തരണങ്ങളെ കൂടി നമ്മൾ സ്മരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാല് ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ ഭക്തരും ഭഗവാന്റെ സന്തത സഹചാരികളും അതുപോലെ തന്നെ ഭഗവാന്റെ യജ്ഞത്തിന് ഉപയോഗിക്കുന്ന എല്ലാ ദ്രവ്യഹവ്യ വസ്തുക്കളും അതുപോലെ തന്നെ ആ ധാമവും ആ യജ്ഞകുണ്ഡവും എല്ലാം ആ യജ്ഞം ചെയ്യുന്ന ആളും എല്ലാം തന്നെ ഉൾപ്പെട്ടതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ മാത്രമല്ല, ഭൗതിക രൂപമില്ലാത്ത പരമദിവ്യോത്ത പുരുഷനായ വിഷ്ണുവിനെ സവിശേഷമായ അതീന്ദ്രിയ ശബ്ദമന്ത്രത്താൽ ആരാധിക്കുന്ന ഒരാൾ യഥാർത്ഥ ദാർശനികനാണെന്ന് നമുക്ക് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഭൗതിക ദാർശനികതയിലെ 4 അപര്യാപ്തകളാൽ ആണ് നമ്മൾക്ക് ഭഗവാനെ ദർശിക്കാൻ കഴിയാത്തത്. ആ അപര്യാപ്തയിൽ ഏതൊക്കെയാണ്? ഒന്ന്, ഇംപെർഫെക്റ്റ് സെൻസസ്, അതായത് നമുക്ക് പരിപൂർണമല്ലാത്ത നമ്മുടെ ഇന്ദ്രിയങ്ങൾ. രണ്ടാമത്, ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി അഥവാ ചതിക്കാനുള്ള വാഞ്ച, ഇല്യൂഷൻ അല്ലെങ്കിൽ മോഹഭംഗിതം, മേക്കിംഗ് മിസ്റ്റേക്ക്, അതായത് നമ്മൾ എപ്പോഴും തെറ്റ് ചെയ്യാനുള്ള വാഞ്ച വെക്കുന്നുണ്ട്. ആയതിനാൽ മന്ത്രജപങ്ങൾ അതീന്ദ്രിയ ശബ്ദ പ്രതിരൂപത്താൽ നമ്മളുടെ അവബോധത്തിലും ഈ കുറുവകളെ താണ്ടി ഭഗവാനെ പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പൊ മന്ത്രജപത്തിൽ നമ്മൾ ഈ പറയുന്ന കുറവുകളെ കൂടെ നികത്തി വേണം നമ്മൾ മന്ത്രജപം നടത്താനായിട്ട്. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള അതീന്ദ്രിയ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതായത് അതീന്ദ്രിയ ഭഗവാനെ ഭജിക്കുമ്പോൾ ഭഗവാൻ സച്ചിദാനന്ദ വിഗ്രഹനാണെങ്കിൽ ആ ആനന്ദം നമുക്ക് ഭഗവാനെ ഭജിക്കുന്നതോടുകൂടി പകർന്നു കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മളിപ്പോ TV സ്റ്റേഷൻ ആയാലും ശരി, റേഡിയോ സ്റ്റേഷൻ ആയാലും ശരി, നമ്മള് അവിടെ നടക്കുന്ന ആ പരിപാടി അതേ അളവിലും അവരുടെ ഊർജ്ജസ്വലതയോട് കൂടി നമുക്ക് വീട്ടിലിരുന്ന് ശ്രവിക്കാൻ പറ്റും, അല്ലെ? കാണാൻ പറ്റും, ശ്രവിക്കാൻ പറ്റും. അതേ ആനന്ദം അവിടെ എല്ലാവർക്കും കിട്ടുന്ന, അവിടുത്തെ ശ്രോതാവിന് കിട്ടുന്ന അതേ ആനന്ദം നമ്മൾ TV-യിൽ കൂടെ നമുക്ക് ഇവിടെ ഇരുന്നും അനുഭവിക്കാൻ പറ്റും, ഇല്ലേ? അപ്പൊ അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല്, അങ്ങനെ ആ ഭഗവത് ഭക്തി കൊണ്ട് മാത്രം ഭഗവാൻ
വിദൂരസ്ഥനാണെങ്കിൽ കൂടി ഭഗവാന്റെ സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമരകോശത്തില് മൂർത്തി എന്ന പദത്തിന്റെ രണ്ടർത്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, മൂർത്തി എന്ന് പറഞ്ഞാൽ രൂപം, അതുകൂടാതെ ദുഷ്കരത്വം എന്നുകൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് വിശ്വനാഥ് ചക്രവർത്തി ടാക്കൂർ അമൂർത്തികം എന്ന പദത്തെ ദുഷ്കരത്വരഹിതം എന്നാണ് പറയുന്നത്. എന്തെന്നാൽ ദിവ്യമന്ത്ര ജപത്താൽ ഭക്തന്റെ മൗലിക ഇന്ദ്രിയങ്ങൾ ത്രസിക്കപ്പെടുന്നു. അതായത് നമ്മൾ മന്ത്രം ചൊല്ലുമ്പോൾ, തിരുനാമം ചൊല്ലുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൂടെ അതിനെ നമ്മൾ ഉപയോഗിക്കാണ്. അപ്പൊ നാമജപത്തില് അങ്ങനെ ഉപയോഗിക്കുന്ന പറഞ്ഞാല്, ഇപ്പോൾ നമ്മള് തിരുനാമങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ കണ്ണ് ഭഗവത് പാദത്തിങ്കലായിരിക്കും. അതായത് നമ്മളെ നാമം ചൊല്ലുമ്പോൾ നമ്മള് ഓൾട്ടറിൽ അല്ലെങ്കിൽ അമ്പലത്തിന്റെ മുന്നിലിരുന്നാണ് സാധാരണ നാമം ചൊല്ലുന്നത്. അപ്പൊ നമ്മുടെ കണ്ണുകൾ, ആ കാഴ്ച, അതാണ് ആ ഇന്ദ്രിയം. ആ കാഴ്ച എപ്പോഴും ഭഗവത് പാദത്തിങ്കലായിരിക്കും. രണ്ടാമത് നമ്മുടെ നാസ ദ്വാരം, അതായത് നമ്മുടെ മൂക്ക്, അതായത് ഭഗവത് പാദങ്ങളിൽ അർപ്പിച്ച പൂക്കളുടെയും ചന്ദനത്തിരിയുടെയും നെയ്വിളക്കിന്റെയും ഗന്ധം നമ്മൾ ശ്വസിച്ചുകൊണ്ടാണ് ആ ഭഗവത് നാമം ചൊല്ലുന്നത്. അതുകൂടാതെ നമ്മുടെ നാവ്, ഭഗവത് നാമം ചൊല്ലുമ്പോഴുണ്ടാകുന്ന അതീന്ദ്രിയ ആസക്തി, ഭഗവാന്റെ നാമത്തിലുള്ള ആസക്തി നമ്മുടെ നാവിന്റെ തുമ്പത്ത് ഉണ്ടായിരിക്കും. അതായത് ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ നമ്മുടെ നാവിൽ നൃത്തം വെക്കുമെന്നാണ് ശ്രീ ഹരിദാസ് താക്കൂർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ത്വക്ക്, അതായത് ത്വക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്പർശമാണ് അതിന്റെ ഇന്ദ്രിയ വിഷയം. അപ്പൊ ത്വക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ ത്വക്കിന്റെ സ്പർശ വിഷയം കൂടി നമ്മള് ആ മാലയിൽ നമ്മുടെ ഗുരു നമുക്ക് തന്നിരിക്കുന്ന മാലയില് നമ്മള് ഞെരടി, അതായത് രണ്ട് വിരല് കൊണ്ട്, തള്ളവിരലും അതുപോലെ തന്നെ നടുക്ക് വിരലും കൊണ്ട് നമ്മൾ ഞെരടിയാണ്, അതായത് സ്പർശിച്ചുകൊണ്ടാണ് അതിന്റെ മാഹാത്മ്യം, ആ മാലയുടെ മാഹാത്മ്യം, തുളസി മാലയുടെ മാഹാത്മ്യം നമ്മൾ സ്പർശനത്തിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നാമം ജപം. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മൾ നാമജപത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും അപ്പോൾ തൃപ്തിപ്പെടുകയാണ്. അതായത് മറ്റൊരു ആഗ്രഹവുമില്ലാതെ എല്ലാ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെയും ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളിലേക്ക് നമ്മുടെ സ്മരണ പുലർത്തിക്കൊണ്ടാണ് ആ നാമം നമ്മൾ ചൊല്ലുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത്, അമൂർത്തികരം എന്ന് പറയുന്നത്. അങ്ങനെ നാമം ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ മൗലികമായ ഇന്ദ്രിയങ്ങൾ ത്രസിക്കപ്പെട്ടു. അങ്ങനെ അതീന്ദ്രിയ ഭഗവത് രൂപം നമുക്ക് മനസ്സില്, നമ്മുടെ ഹൃദയത്തില് ആ ചതുർഭുജനായ പരമാത്മാവിനെ നമുക്ക് ദർശിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. നാമജപം പൂർണ്ണ ശക്തിയോടെ ആചാര്യനിൽ നിന്നും സ്വീകരിച്ചിട്ട് വേണം ജപിക്കാൻ. അതായത് നാമജപം എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ശക്തിയോടെയാണ് നമുക്ക് ഗുരുവിൽ നിന്ന് കിട്ടുന്നത്. എങ്ങനെ? അദ്ദേഹം ഒരു മാല ജപിച്ചിട്ട് ശേഷമാണ് ആ മാല നമ്മളിൽ ഏൽപ്പിക്കുന്നത്. അപ്പൊ ആ മാലയിൽ ഏൽപ്പിക്കുന്ന സമയത്ത് ആ നാമജപത്തിന്റെ പൂർണ്ണ ശക്തിയോടുകൂടി നമുക്ക് തരുന്നത്. അപ്പൊ അത് സ്വീകരിച്ചിട്ട് വേണം നാമജപം നമ്മൾ ചെയ്യാൻ. ആ ജപം ഗുരുപാദങ്ങളിൽ എത്തുന്നു. കാരണം നമ്മൾ അത് ആ മാല വെച്ച് ജപിക്കുമ്പോൾ നമ്മൾ ഗുരുപാദങ്ങളിൽ എത്തുന്നു. അങ്ങനെ പാദങ്ങളിൽ എത്തുന്ന മന്ത്രം ഗുരുശിഷ്യ ശ്രേണിയിലൂടെ ഭഗവത് പാദങ്കിലും എത്തുമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ ആ ഭഗവത് പാദങ്ങളിൽ എത്തുന്ന സമയത്താണ് ഭഗവാന്റെ ദിവ്യമായ അനുഭവവേദ്യം നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ അങ്ങനെ ഒരു അതീന്ദ്രിയ ശബ്ദ സംപ്രേഷണത്താൽ നാമവും നാമിനൻ എന്ന് പറയുന്ന ഭഗവാനും ശ്രീകൃഷ്ണനും, അതായത് ശ്രീകൃഷ്ണ പരമപുരുഷോത്തമനും തമ്മിൽ ഭേദമില്ല എന്നുള്ള ആ ഒരു ബോധം നമുക്ക് ഉളവാകുന്നുണ്ട്. അതായത് നാമിനോ നാമനാമിനാൻ, അതായത് ഭഗവാനോട് അടുക്കാനുള്ള ഏറ്റവും പിഴയ്ക്കാത്ത മാർഗമാണ്. അതായത് നമ്മൾ എങ്ങനെ പിഴയ്ക്കാത്ത മാർഗമാണെന്ന് പറഞ്ഞാല് ആ നാമം ചൊല്ലുന്ന സമയത്ത് പരമശുദ്ധമായ നാമം അത്രയും ശുദ്ധതയോട് ചെല്ലുകയും അപരാധങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നേ, ആ മാർഗം പരമ പവിത്രമാണ്. ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന, കലിയുഗത്തിൽ തന്നിരിക്കുന്ന കലിയുഗ ധർമ്മമാണ് ഈ അതായത് തിരുനാമ ജപം എന്ന് പറയും. അത്രയും ശുദ്ധതയോടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ആ മാർഗം എപ്പോഴും പിഴയ്ക്കുന്നതല്ല. പക്ഷെ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇപ്പൊ നാമജപം ചെയ്യുകയാണെങ്കിൽ, അപരാധങ്ങൾ ഒക്കെ കൂടി ചെയ്യുകയാണെങ്കിൽ ആ മാർഗം ഭഗവത് പാദങ്ങളിൽ എത്തുന്നില്ല. കാരണം അവിടെ
ഗുരുവിനെ സാക്ഷാത്കരിച്ചിട്ട് വേണം നമ്മൾ ആ നാമം ചെല്ലുമ്പോൾ. ഗുരുവിനെ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഗുരുശ്രേണിയിലെ ഗുരുപരമ്പ ശ്രേണിയിൽ നമ്മൾ എത്തുന്നതും നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ മഹാമന്ത്രം ഭഗവാന്റെ പാദത്തിൽ എത്തുന്നതും. ഭൗതിക സങ്കല്പങ്ങളാൽ ജന്യമായ 10 അപരാധങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ശുദ്ധമായ നാമജപത്താൽ ഉന്നതമായ പ്രാപ്യസ്ഥാനം കൈവരികയും വേദസാഹിത്യത്തിന്റെ ആന്തരിക അർത്ഥം ഗ്രഹിച്ച് സ്വാത്മീയ ഉത്കൃഷ്ടം വെളിവാക്കപ്പെടുന്നു. ഇവിടെ ഭഗവത് നാമ അപരാധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നാമം ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ശുദ്ധമായ നാമജപം നമ്മൾക്ക് ഉന്നത പ്രാപ്യസ്ഥാനത്തിൽ നമ്മളെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ വേദസാഹിത്യത്തിന്റെ ആന്തരികമായ അർത്ഥം, അതായത് വേദാന്ത സൂത്രത്തെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ആത്മീയ ഉത്കർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഭഗവാന്റെ അംശമാണ്, നമ്മൾ ഭഗവാന്റെ എല്ലാം മക്കളാണെന്നും ആ നമ്മള് ഭഗവാന്റെ മക്കളായത് ഒരു കുഞ്ഞ് കരയുന്ന സമയത്ത് ആ അമ്മയുടെ ശ്രദ്ധ കുഞ്ഞിലേക്ക് പതിക്കുകയും ആ കുഞ്ഞിനെ വാരി പുണർന്നുകൊണ്ട് അതിന് വേണ്ടത് കൊടുക്കുകയും ചെയ്യും എന്ന് പറയുന്ന പോലെ ഭഗവത് നാമം നമ്മൾ ഒരു കുഞ്ഞ് കരയുന്ന പോലാണ് ചൊല്ലുന്നതെങ്കിൽ, അതായത് നമ്മൾ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് നമ്മൾ ആ നാമം ചൊല്ലുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം ഉണ്ടാകും. ആ ഭഗവാന്റെ കടാക്ഷത്താൽ നമ്മൾ ഭഗവത്പാദങ്കിൽ എത്തുകയും ചെയ്യുന്നു പറയുന്നുണ്ട്. അനന്തരം ഭക്തന് 8 തരം യോഗവിഭൂതികളാൽ സമ്മാനിതനാകുന്നു. നമുക്ക് ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും എല്ലാ ഗുണങ്ങളും എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ 4 യഥാർത്ഥ ഗുണങ്ങൾ ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് പ്രാപ്യമാക്കാനുള്ള അവസരവും നമുക്ക് കിട്ടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആത്മീയ ഗുരുവിന്റെ കൃപയാൽ ആ ഭക്തൻ പരമപുരുഷന്റെ പാർഷാദയിൽ ഒരാളെന്ന നിലയിലേക്ക്, അതായത് നമ്മളെ ഗുരു പറയുക, നമ്മളെ കൈ പിടിച്ചുകൊണ്ട് ചെല്ലുകയാണ്, അതായത് ഭഗവാനുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുകയാണ്. ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് അതായത് ആ നാമത്തിലൂടെയാണ് നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. എങ്ങനെ ആയിരിക്കണം ആ നാമം നമ്മൾ ചൊല്ലുന്നത്, അത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഭഗവാനുള്ള ബന്ധസ്ഥാപനം, അതായത് ഭഗവാന്റെ ബന്ധങ്ങളുടെ അവസ്ഥ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ബന്ധങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതായത് ഭഗവാനായിട്ടുള്ള സംബന്ധ ശാസ്ത്രം, ഭഗവാനുമായിട്ടുള്ള ആഭിധേയ ശാസ്ത്രം, ഭഗവാനുമായിട്ടുള്ള പ്രയോജന ശാസ്ത്രം, ഈ 3 ശാസ്ത്രങ്ങളിലൂടെയാണ് നമ്മൾ ഭഗവാനെ സമീപിക്കുന്നത്. അതായത് സംബന്ധ ശാസ്ത്രമാണ് ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഗുരുവിനാൽ ദീക്ഷ നൽകപ്പെട്ട ആ മലയിൽ കൂടി ഭഗവത് മന്ത്രം അപരാധങ്ങളില്ലാതെ ചൊല്ലുമ്പോൾ അവിടെ നമ്മളെ ഗുരുവാണ് ഭഗവാനുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അതാണ് സംബന്ധ ശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ സംബന്ധ ശാസ്ത്രം കഴിയുന്ന സമയത്ത് ആ ഗുരുവിന്റെ നിർദ്ദേശങ്ങളാൽ നയിക്കപ്പെട്ട് നമ്മള് സമവിധ ഭക്തിയുത സേവനമാണ് തുടരുന്നത്. ഗുരുവിനാൽ നയിക്കപ്പെട്ട് ഭഗവത് ഭക്തിയുത സേവനം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ഘട്ടത്തിലും ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടുന്നു. അങ്ങനെ തെറ്റുകൂടാതെ അപരാധങ്ങൾ കൂടാതെ ഭഗവാന്റെ ഭക്തിയുത സേവനം നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഭക്തിയുത സേവനം ചെയ്ത് നമ്മള് പടിപടിയായിട്ട് നമ്മൾ എന്തായുള്ളത്, നമ്മൾ പരമശുദ്ധ ഭാവത്തിലേക്ക് നമ്മൾ എത്തുന്നു. ആ പരമശുദ്ധ ഭാവത്തിൽ എത്തിയതിനു ശേഷം നമ്മൾക്ക് ഭഗവാനുള്ള പ്രതികരണം നമുക്കുണ്ടാകുന്നു. എങ്ങനെ പ്രതികരണം ഉണ്ടാകുന്നു? നമ്മുടെ ആ ഭഗവാനെ നമുക്ക് ദർശിക്കാൻ പറ്റുന്നു. അതുപോലെ നമ്മൾ പറയുന്നതെല്ലാം ഭഗവാൻ കേൾക്കുന്നു. ഭഗവാന്റെ നിർദ്ദേശം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു. അങ്ങനെയുള്ള ആ പ്രയോജന അവസ്ഥയിലേക്ക് നമ്മൾ, അതായത് ബ്രഹ്മഭൂതാവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. കൂടാതെ ഈ ഗുരു തന്നെയാണ്, ഈ മഹാഗുരു തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നമ്മുടെ ഭഗവാന്റെ സേവനത്തിൽ, ഏത് സേവനത്തിലാണ് നമുക്ക് എത്തേണ്ടത്, നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ആത്മീയ ശരീരം നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ കിട്ടുക. അത് ഗുരു സഹായം കൊണ്ടാണ്. അങ്ങനെ ആ ഒരു നമ്മുടെ ഇഷ്ടയ്ക്ക് അനുസരിച്ചുള്ള നമ്മുടെ പരമശുദ്ധതയ്ക്ക് അനുസരിച്ചുള്ള ആത്മീയ ശരീരം, ഭഗവാനെ സേവിക്കാനുള്ള ശരീരം നമുക്ക് കിട്ടുന്നത് ഗുരു കൃപ കൊണ്ടാണ്. പരമപുരുഷന്റെ പാർഷാധാരി, അതായത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സേവകരിൽ ഒന്നായിട്ട് നമ്മൾ മാറുമെന്നാണ് ഇവിടെ വ്യാസദേവനോട് നാരദമുനി പറയുന്നത്. അതായത് ആത്മീയ ആചാര്യന്റെ മേൽനോട്ടത്തിൽ ഭഗവാന്റെ പ്രത്യേക സേവനങ്ങളിൽ ചുമതലക്കാരനാകുകയും ചെയ്യുന്നു. ശ്രീ നാരദമുനിയുടെ അനുഭവങ്ങളാൽ വെളിവാക്കപ്പെട്ട തിരുനാമജപ പ്രക്രിയ പരിപക്വമാക്കാൻ ശ്രമിക്കുക വഴി ശ്രീ നാരദന് ലഭ്യമായ സർവ്വവിധ നേട്ടങ്ങളും ഭക്തന് നേടാൻ സാധ്യമാണ്. ഗുരുശിഷ്യ ശ്രേണിയിൽ അവരോഹണം ചെയ്യപ്പെട്ട നാരദ പ്രതിനിധികളാൽ നാമജപ പ്രക്രിയ സ്വീകരിക്കുന്ന പക്ഷം ഭഗവത് ഭജനയ്ക്ക് അദ്ദേഹം യോഗ്യനാകപ്പെടുന്നു.
ഇപ്പൊ ശ്രീ നാരദമുനിയുടെ സ്വന്തം അനുഭവങ്ങളാണ് ഇവിടെ വിവരിച്ചു കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കിട്ടിയ അവസരം, അതായത് ഭഗവത് ഭക്തരുടെ സേവനത്തിന് കിട്ടിയ അവസരം ഒരു നിമിഷം പോലും പാഴാക്കാതെ അത് ചെയ്യും. അങ്ങനെ ഭഗവത് ഭക്തിയിൽ ആസക്തി ഉണ്ടാകും, അങ്ങനെ ഭഗവത് ഭക്തിയില് ശ്രേഷ്ഠനാകുകയും ചെയ്തിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ആ അവസരം അദ്ദേഹം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുകയും അങ്ങനെ അത് ആ ഭക്തി പരിപക്വമാക്കുവാൻ ശ്രമിക്കുക വഴി ആ നാരദമുനിക്ക് കിട്ടിയിരിക്കുന്ന സർവ്വവിധ നേട്ടങ്ങളും ഭക്തിയുടെ സേവനം ചെയ്യുന്ന എല്ലാ ഭക്തർക്കും എടുക്കാൻ സാധ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ, നാരദ മഹാമുനിയുടെ പ്രതിനിധികളാണ്. അതായത് ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് ശീല പ്രഭുപാതയിൽ എത്തുന്ന ഗുരുശിഷ്യ പരമ്പരയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഭഗവത് പ്രാപ്തി അത്ര വിഷമം പിടിച്ചതല്ല എന്നാണ് ഇവിടെ നാരദമുനി വ്യാസദേവനോട് പറയുന്നത്. ഭൗതികയുടെ ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിന് പ്രാഥമിക പരിഹാരം ഭഗവാന്റെ അതീന്ദ്രിയ മാഹാത്മ്യമുള്ള അതിവിപുലമായ പ്രക്ഷേപണം നടത്തുകയും ഒപ്പം തിരുനാമ ജപം ആത്മീയ ഗുരുവിനാൽ നയിക്കപ്പെട്ട് ചെയ്യുക എന്നത് ഒന്ന് മാത്രമാണ് നാരദമുനിയുടെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നത്. അതായത് ഈ ഭൗതികമായിട്ട് നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പറയുന്നുണ്ടല്ലോ, അശ്വത്ഥം പ്രാഹുരവ്യയം, അതായത് നമ്മുടെ ഈ പറയുന്ന ജീവിതം തലകീഴായിട്ടുള്ള അശ്വത്ഥ, അതായത് അരയാല് പോലെയാണ് എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതായത് താഴോട്ട് മേൽപോട്ട് വേരും താഴോട്ട് ശിഖരങ്ങളുമായിട്ടുള്ള അശ്വത്ഥം, ആ അശ്വത്ഥത്തില് വിവിധ നിലകളിലുള്ള ജീവിതം ആസ്വദിക്കാനായിട്ട് 84 ലക്ഷം ജീവവർഗങ്ങളിൽ നമ്മൾ ജനിക്കപ്പെടുന്നു. അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് ആ അശ്വത്ഥത്തിൽ നമ്മൾ ചാടി നടക്കുന്നത്. ആ ബന്ധനത്തിൽ നമ്മൾ മോചിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കാരണം ഗുരുവാൽ നയിക്കപ്പെട്ട് നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ നമ്മൾ ആ പറയുന്ന ഗുരുവിനാൽ, നമ്മൾ നേരത്തെ ഒരു ഭാഗവതത്തിന്റെ ഒരു ശ്ലോകത്തിൽ പറയുന്നത്, അതായത് ഗുരു എപ്പോഴും ഒരു കോടാലി പോലാണ്. ആ കോടാലി എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പ്രതിബന്ധങ്ങളെ എല്ലാം വെട്ടിമാറ്റിക്കൊണ്ട്, ഗുരുകൃപയാൽ വെട്ടിമാറ്റിക്കൊണ്ട് നമുക്ക് ആ അശ്വത്ഥ ബന്ധനത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാമെന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുളി ചെയ്തതുപോലെ 4 തരം സുകൃതികളും 4 തരം ദുഷ്കൃതികളുമുണ്ട്. ഇവിടെ ശ്രീമദ് ഭഗവത്ഗീതയിലെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഈ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ പർപ്പട്ടിനകത്ത് ശീല പ്രഭുപാദ് പ്രതിപാദിച്ചിരിക്കുന്നത് സുകൃതികളെ കുറിച്ചും ദുഷ്കൃതികളെ കുറിച്ചുമുള്ള 8 തരക്കാരെ പറ്റിയാണ് പറയുന്നത്. ചതുർവിധാം ഭജന്തേ മാം, അതായത് ഭഗവത്ഗീത 7:16, ചതുർവിധാം ഭജന്തേ മാം ജനാ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനനീ ച പരദർശഭം. ശാസ്ത്രാനുസരം നയിച്ചുകൊണ്ട്, ജീവിതം നയിച്ചുകൊണ്ട് ധാർമ്മികവും നൈതികവുമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും ജീവിക്കുന്നവരെയാണ് സുകൃതികൾ എന്ന് വിളിക്കുന്നത്. അതായത് സുകൃതികൾ എന്നതിന്റെ അർത്ഥം അവര് ശാസ്ത്രത്തെ അനുഗമിച്ചുകൊണ്ട്, ശാസ്ത്രവേദികൾ അനുസരിച്ചുകൊണ്ട്, ശാസ്ത്രധർമ്മങ്ങളെ പരിപാലിച്ചുകൊണ്ട്, നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് സുകൃതികൾ എന്ന് പറയുന്നത്. ഇവർ പ്രായേണ ദൈവവിശ്വാസികളാണ്. അതായത് ഇവർ ദൈവവിശ്വാസികളും ഭഗവാന്റെ പ്രാമാണികതയും അദ്ദേഹത്തിന്റെ അപ്രമാദിത്വവും ഇവർ അംഗീകരിക്കുന്നു. അതായത് ഭഗവാൻ ഹീസ് നൺ വിത്തൗട്ട് എ സെക്കൻഡ് എന്നാണ്. അതായത് ഭഗവാന് തുല്യമായോ ഭഗവാന് ഉപരിയായോ മറ്റാരുമില്ല എന്ന് ആണ് അതിൻ്റെ അർത്ഥം. അതായത് ഭഗവാനെ പൂർണ്ണമായും ഭഗവാന്റെ അപ്രമാദിത്വം അംഗീകരിക്കുന്നവരാണ് ഇവര്. അതായത് ഇതിലുള്ള 4 കൂട്ടർ എന്ന് വെച്ചാൽ ആർത്ഥൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി. അതായത് ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതരാണ്, അർത്ഥാർത്ഥി എന്ന് വെച്ചാൽ ധനം ആഗ്രഹിക്കുന്നവരാണ്, ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ അധികതരമായി ഭഗവാനോടും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ വിസ്തൃതങ്ങളെയും കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്, ജ്ഞാനി എന്ന് പറഞ്ഞാൽ പരമസത്യത്തെ അന്വേഷിക്കുന്നവനാണ്. ഇവരാരും ശുദ്ധഭക്തരല്ല. കാരണം ഭക്തിയുത സേവനത്തിന് വരുന്നവരാണ് ഇവർക്ക് ആന്തരിക അഭിലാഷങ്ങൾ കൂടെയുണ്ട്. അതായത് അവരുടേതായ ചില ആഗ്രഹങ്ങളും കൂടി കൊണ്ടാണ് ഭഗവാനെ അടുത്ത് വരുന്നത്. പക്ഷെ ഇവര് ശുദ്ധഭക്തർ അല്ലെങ്കിൽ കൂടിയും ഇവരെ സംബന്ധിച്ചോളം
വിവിധ തരത്തിലുള്ള അപക്വതയിലുള്ള ഭക്തന്മാർ കൂടുതലും കാമ്യകർമ്മങ്ങളാൽ തിരക്കേറി വരും. എന്നാൽ എന്തിനും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാനും ആർഗ്രഹ പൂർത്തിക്ക് വേണ്ടി ആണെങ്കിൽ കൂടിയും ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുമാണ്. അതായത് അവർക്ക് അറിയാം ഭഗവാനാണ്, അതായത് പരമേശ്വരനാണ് ശ്രീകൃഷ്ണൻ എന്ന് അവർക്ക് അറിയാം. പക്ഷെ അവര് പൂർണ്ണ ശുദ്ധരല്ല. കാരണം അവര് അല്പം കാമ്യകർമ്മങ്ങൾ ആഗ്രഹിക്കുന്നവർ കൂടിയാണ്. എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കൂടി ഭഗവാന്റെ അടുത്ത്. പക്ഷെ അവര് ശുദ്ധഭക്തരല്ലെങ്കിൽ കൂടി ഭഗവാനെ അഭയം പ്രാപിക്കുന്നുണ്ട്, അല്ലെ ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവരും എന്താണെന്നാ പറയുന്നത്? അവരും മഹാത്മാക്കളാണെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇപ്പൊ ശുദ്ധഭക്തരെ പറ്റി നമ്മളൊന്ന് പറയുകയാണെങ്കിൽ, അന്യാഭിലാഷൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂലേന കൃഷ്ണ അനുശീലനം ഭക്തിരുത്തമം. അന്യാഭിലാഷത ശൂന്യം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ അഭിലാഷവും ഇല്ലാതെ, അവർക്ക് കൃഷ്ണനല്ലാതെ വേറെ ഒന്നും അറിയില്ല, കൃഷ്ണന് അവരെ അല്ലാതെ മറ്റൊന്നും അറിയില്ല. അങ്ങനെ ഒരു അഭിലാഷവും ഇല്ലാതെ, അങ്ങനെ ശൂന്യമായിട്ടുള്ള അഭിലാഷത്തോടു കൂടി ജ്ഞാനകർമാദി അനാവൃതം, അതുപോലെ തന്നെ ഊഹാഭവങ്ങളാലുള്ള ജ്ഞാനത്താലുള്ള അനാവൃതമില്ലാതെ, അതായത് ആവൃതമില്ലാതെ, യാതൊരുവിധ ജ്ഞാനത്തിന്റെയും അതുപോലെ തന്നെ കർമ്മബന്ധങ്ങളും ഇല്ലാതെ ആണ് ഇവര് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. ആനുകൂല്യേന കൃഷ്ണന് അനുകൂലമായിട്ട് കൃഷ്ണകർമ്മം മാത്രമേ അവർക്ക് ഇഷ്ടപ്പെടുന്നു, കൃഷ്ണകർമ്മം മാത്രം ചെയ്യാനേ അവർ ആഗ്രഹിക്കുന്നു, മറ്റൊന്നിനും അവർക്ക് ആസക്തിയില്ല. അനുശീലനം ഭക്തിരുത്തമ. അതായത് അനുശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണോ പിന്തുടരുന്നത്, അതായത് പൂർവികരെ, നമ്മുടെ പൂർവികമായിട്ടുള്ള ആചാര്യന്മാര് നമുക്ക് തന്നിട്ടുള്ള അവരുടെ കാലടി പാതയാണ് പിന്തുടരുന്നത്. അവരാണ് ശരിക്കും ഉത്തമ ഭക്തരെന്ന് ഇവിടെ ശുദ്ധഭക്തരായിട്ടുള്ളതിന് ഭഗവാൻ തന്നിരിക്കുന്ന നിർവചനം. അപ്പൊ ഭഗവാന്റെ അടുത്ത് വരുന്ന ഇവർ, ഈ പറയുന്ന 4 കൂട്ടർ, സുഹൃത്തുക്കളായിട്ടുള്ള 4 കൂട്ടർ എന്ന് പറഞ്ഞാല് അവര് ആ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, മറ്റാരടുത്തും പോകുന്നില്ല. അതായത് മറ്റുള്ള ദേവതകളുടെ അടുത്ത് പോകുന്നില്ല. ആ കർമ്മകാണ്ഡത്തില് അകപ്പെടാൻ അവർക്ക് ഇഷ്ടമില്ല. അപ്പൊ ഭഗവാനോട് ചോദിക്കുമ്പോൾ കർമ്മകാണ്ഡത്തിലുള്ള ഇത് വരികയുമില്ല. എന്നാൽ ഭഗവത് ഭക്തിയിലേക്ക് അവർ മുന്നേറാൻ സാധിക്കുകയും. ഇവിടെ ആർത്തനും അധ്യാർത്ഥിയും, അതായത് പ്രാപഞ്ചികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഭഗവാനെ സമീപിക്കുമ്പോൾ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ കൂടി ഭഗവാന്റെ മക്കൾ എന്ന നിലയിൽ വളരെ സ്നേഹപൂർവ്വം അത് സാധിച്ചു കൊടുക്കുന്നു. അപ്പൊ ഭഗവാന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഭഗവാന്റെ വിചാരം എന്റെ അംശമാണിത്, എന്റെ മക്കളാണ്. അപ്പൊ അവരെന്തെങ്കിലും ദുരിതത്തിൽപ്പെട്ട് എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്തമാണത് അവർക്ക് സാധിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഭഗവാൻ അത് സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരിൽ ഭഗവാനുള്ള വിശ്വാസം, ഭഗവാൻ അങ്ങനെ സാധിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഭഗവാനോടുള്ള വിശ്വാസം ഇരട്ടിയാകുകയും ചെയ്യുന്നു. അവരെ ഭഗവാന്റെ ദയാകാരുണ്യത്താൽ ശുദ്ധഭക്തരുടെ സമ്പർക്കത്തിന് വിധേയമാക്കി. അങ്ങനെ അവര് ആ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ കാമ്യകർമ്മങ്ങൾ ആസ്വദിച്ചും അവർക്ക് ഉറച്ച വിശ്വാസം വരുന്നതോടുകൂടി ആ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അവർക്ക് ഭഗവത് ഭക്തരുടെ സാമീപ്യം അരുളുന്നു. അങ്ങനെ ഭഗവത് ഭക്തരുടെ സമ്പർക്കം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്ന ഭഗവാൻ. എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. എല്ലാം നമ്മുടെ പ്രയത്നത്തിലുള്ള എന്താ പറയുന്നത്, അതിന്റെ ആ പ്രതികരണമാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. കാരണം നമ്മുടെ പ്രയത്നം, നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ടല്ലോ, ഏത് ദാമോദര അഷ്ടകത്തില്. കാരണം അവിടെ നമ്മുടെ പ്രയത്നവും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമ്മുടെ കർമ്മങ്ങൾ വിജയിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ വിജയിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പ്രയത്നം ആദ്യം ഉണ്ടാകണം. അങ്ങനെ ആ പ്രയത്നത്തിൽ കൂടി ഭഗവാൻ സന്തുഷ്ടനാവുകയും നമുക്ക് ശുദ്ധഭക്തതയിലുള്ള വഴി തുറക്കാനായിട്ട് നമുക്ക് ഭക്തരുടെ സാമീപ്യം അരുളുകയും ചെയ്യുന്നു. ഇവിടെ ജിജ്ഞാസു എന്ന് പറയുന്നത് ഭഗവത് തത്വം ഗ്രഹിക്കാനുള്ള ജിജ്ഞാസയാൽ ജ്ഞാനമണ്ഡലങ്ങൾ തേടുകയും എന്നാൽ അവർ പരാജയപ്പെടുകയും ചെയ്യുന്നു. എങ്ങനെ അവർ പരാജയപ്പെടുന്നു? കാരണം ജിജ്ഞാസു, ഭഗവാനെ പറ്റി അറിയാനും ഭഗവാന്റെ തത്വം അറിയാനുമുള്ളവര് ആദ്യം ഗ്രന്ഥങ്ങൾ വായിക്കും. അവർ കൈ കിട്ടുന്ന ഗ്രന്ഥങ്ങളെല്ലാം എടുത്ത് വായിക്കും. പക്ഷേ യഥാർത്ഥത്തില് ഗുരുശിഷ്യ പരമ്പരയിലുള്ള അവരാൽ വിവരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളല്ലായിരിക്കും അവരുടെ കയ്യിൽ കിട്ടുന്നത്. പക്ഷെ അവരെ എന്ത് ചെയ്യും? വഴിപിഴപ്പിക്കും. ഈ പറയുന്ന അവതാരങ്ങളും, അതായത് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, ചൂഢ സന്യാസികൾ, അതായത്
കപട അവതാരകൾ ഈ ഭൂമിയിൽ കലിയുഗത്തിൽ വരുമെന്ന് പറയുന്നു. അപ്പൊ അവരെഴുതിയിരിക്കുന്ന പുസ്തകങ്ങളായിരിക്കും ചിലപ്പോൾ അവരുടെ കയ്യിൽ കിട്ടുന്നത്. അത് വായിച്ച് അവര് വഴിപിഴക്കപ്പെടും. ആ വഴിപിഴക്കാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ അവർക്കത് മനസ്സിലാവും, എടാ, ഇത് ശരിയായ വഴിയല്ലല്ലോ. അതുകൊണ്ടാണ് അവരെ ശുഷ്കദർശിനികൾ എന്ന് പറയുന്നത്. ആ ശുഷ്കദർശിനികൾ ഭഗവാനെ കുറിച്ച് അറിയാൻ വ്യഗ്രത കൊണ്ട് ഉത്കണ്ഠാകുണ്ടരായിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ആ സന്ദർഭത്തിലാണ് ഭഗവാന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. എങ്ങനെ പ്രതികരണമുണ്ടോ? നേരെ കൊണ്ട് അവരെ കൊണ്ട് ഭഗവത് സത്സംഗത്തിലങ്ങ് ആക്കും. അവരറിയാതെ പോലും ഒരു ഭഗവത് ശുദ്ധ ഭക്തന്റെ സമ്പർക്കം ഉണ്ടാകുകയും അവര് സത്സംഗത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെയും മഹാഭാഗവതരുടെയും കാരുണ്യത്താൽ അവ്യക്തഗത ബ്രഹ്മജ്ഞാനത്തെയും സ്ഥാനീയ പരമാത്മാവിനെയും കുറിച്ച് അറിയുകയും സ്ഥിരമായ പരമാത്മ ധ്യാനത്തിൽ കൂടി ഭഗവാനോട് അടുക്കുന്ന അവർക്ക് ഭഗവാൻ തന്നെ തന്റെ അടുത്തെത്താനുള്ള മാർഗം സ്വയം വെളിവാക്കുകയും ചെയ്യും. ഇപ്പൊ ഇവര് സത്സംഗത്തിൽ വരുമ്പോഴ് അവരാദ്യം ചെയ്യുന്നത് ആത്മാവാണ്, ഞാൻ ആത്മാവാണ്, ഈ ശരീരമല്ല, ഈ ആത്മാവ് ഭഗവാന്റെ ദാസനാണ് എന്നുള്ള ആത്മസാക്ഷാത്കാരം സിദ്ധിക്കുകയും അങ്ങനെ ധ്യാനത്തിലൂടെ അവർ പരമാത്മാവിനെ ധ്യാനിക്കുകയും ചെയ്യാനുള്ള അവസരം അവർക്ക് ഉണ്ടാകുന്നു. അങ്ങനെ പരമാത്മാവിനെ ധ്യാനിച്ച് ഭഗവാന്റെ ഉത്കൃഷ്ടമായ രൂപം മനസ്സിൽ തെളിയുകയും അങ്ങനെ ഭഗവാന്റെ അക്ഷവിഗ്രഹ രൂപത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആസക്തി വളരുകയും ചെയ്യും. അങ്ങനെ ഭഗവാൻ നവവിധത്തിലുള്ള ഭക്തിയുത സേവനം ചെയ്യാൻ എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഭഗവാൻ തന്നെ പരമാത്മ സ്വരൂപത്തില് അവർക്ക് ഉപദേശം കൊടുക്കുന്നു. അതായത് നമ്മുടെ ഭഗവത്ഗീതയിലെ 10-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം, തേഷാം ഏവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വതം തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപായന്തി തേ. അതായത് ഭഗവാൻ എന്താ പറയുന്നത്? ഇവിടെ ഭക്തിപൂർവം ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ജ്ഞാനം ഭഗവാൻ പകർന്നു കൊടുക്കുകയാണ്. എങ്ങനെ? നമ്മൾ നേരത്തെ തന്നെ പറയുന്നത് നമുക്ക് 3 ഗുരുക്കളുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ ശിഷ്യാഗുരു 2 തരമുണ്ട്. ഒന്ന് ഭൗതിക ശിഷ്യാഗുരു, ആത്മീയ ശിഷ്യാഗുരു. അങ്ങനെ ശിഷ്യാഗുരു, അതുപോലെ ഹരേ കൃഷ്ണ മാതാജി. അങ്ങനെ ശിഷ്യാഗുരു, അതിനുശേഷം നമ്മുടെ ദീക്ഷാഗുരു, അതിനുശേഷം ചൈത്യഗുരു. ഇങ്ങനെ 3 ഗുരുക്കളാണ് നമുക്ക് ഉള്ളത്. ഇപ്പൊ ശിഷ്യാഗുരു നമുക്ക് വേണ്ട ഭൗതിക വിദ്യാഭ്യാസം തരുന്നു. ആത്മീയമായിട്ടുള്ള ശിഷ്യാഗുരുക്കൾ നമ്മളെ ഇപ്പോൾ ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാം പഠിപ്പിക്കുന്ന ശിഷ്യാഗുരുക്കൾ നമുക്ക് ആത്മീയ വിദ്യാഭ്യാസം തരികയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മള് ശിഷ്യാഗുരുക്കളുടെ കൃപയാൽ നമ്മൾ ദീക്ഷാഗുരുവിനെ സമീപിച്ചിട്ട് നമുക്ക് ദീക്ഷ തരുന്നു. മന്ത്രദീക്ഷയാണ് നമുക്ക് തരുന്നത്. ആ ദീക്ഷയോടുകൂടി മന്ത്രം ചെല്ലുമ്പോൾ നമുക്ക് ഭഗവാൻ അകത്തിരുന്നായിട്ടുള്ള ചൈത്യഗുരുവായ ശ്രീ പരമാത്മാവ് നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നമുക്ക് നൽകുന്നു. അങ്ങനെ ആ പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നു. ബുദ്ധിപരമായ നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ സമീപിക്കേണ്ടതെന്നുള്ള ബുദ്ധിപരമായ നിർദ്ദേശങ്ങളാണ് ശ്രീ പരമാത്മാവ് നമുക്ക് തരുന്നതെന്നാണ് 10-ാം അധ്യായത്തിലെ ഭഗവത്ഗീത 10-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് ജ്ഞാനിയാണ്. ഭഗവത് തത്വങ്ങളെ കുറിച്ചുള്ള വൈദിക ജ്ഞാനം നേടിയവർ ശുദ്ധ ഭാഗവതരുടെ സമ്പർക്കത്താൽ പൂർണ്ണത നേടുകയും ശുദ്ധഭക്തരുടെ സ്ഥാനം പ്രാപ്യമാക്കുകയും ചെയ്യുന്നു. പ്രിയോബി ജ്ഞാനിനോ അത്യാഹാം അഹം സ്വജമേ പ്രിയ. ഭഗവത്ഗീത 7:17 ഇങ്ങനെ പറയുന്നു. അതായത് ജ്ഞാനസഹിതമായി ശുദ്ധഭക്തിയുത സേവന നിരതരാകുന്നവർ ഉത്തമനായ ഭക്തനായി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു. അതായത് ജ്ഞാനത്താൽ ജ്ഞാനിയാകുന്നു, അത് വിജ്ഞാനത്തിൽ വരുമ്പോൾ അവർ ഭക്തനാകും. അതായത് നമ്മുടെ ജ്ഞാനത്തെ പ്രാവർത്തികമാക്കണം. എങ്ങനെ ജ്ഞാനത്തെ കാരണം ഭഗവാന്റെ അപ്രമാദിത്വം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം സേവിക്കുമ്പോഴാണ് അത് ജ്ഞാനം വിജ്ഞാനമാകുന്നത്. ആ ജ്ഞാനം വിജ്ഞാനമാകുന്ന സമയത്ത് ഭഗവാൻ പറയുന്നു, എനിക്ക് ആ വിജ്ഞാനിയായ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു എന്ന് പറയുന്നു. അദ്ദേഹം ഭഗവാനെ ശരിക്കും അറിഞ്ഞുകൊണ്ടാണ് ഭഗവാനെ ഭജിക്കുന്നത്, അല്ലെ ഭഗവാനെ സേവിക്കുന്നത്. അതുകൊണ്ട് തെറ്റുകൾ, അതായത് നമ്മുടെ എന്താ പറയുന്ന ഭൗതിക സഹജമായ തെറ്റുകൾ സംഭവിക്കാൻ വളരെ കുറവായിരിക്കും സന്ദർഭം.
ജ്ഞാനം സ്വല്പം കുറഞ്ഞത് പോയത് കൊണ്ട് ഭക്തന്മാർ ഭഗവത് കരുണയ്ക്ക് വിധേയരാവില്ല, അല്ലെ പാത്രീഭവിക്കുന്നില്ല എന്ന് വരുന്നില്ല. കാരണം കൃഷ്ണ ഭഗവാനെ അഭയം പ്രാപിക്കുന്നവരെല്ലാം മഹാത്മാക്കളാണ്. ഏത് വിധത്തിൽ, ഈ 4 വിധത്തിലും അവര് കൃഷ്ണ ഭഗവാനെയാണ് അഭയം പ്രാപിക്കുന്നത്, മറ്റൊരിടത്ത് പോകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അവരെല്ലാം തന്നെ മഹാത്മാക്കളാണ്. അതായത് എത്രയോ ജീവിതങ്ങൾ കഴിഞ്ഞിട്ടാണ് അവര് ഭഗവത് ഭക്തിയിലേക്ക് വരുന്നത്. എത്രയോ ജന്മങ്ങൾ എടുത്ത്, ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ യാ പ്രപദ്യതേ. അതായത് എത്രയോ കോടിക്കണക്കിന് ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് ഭഗവത് ഭക്തിയിലേക്ക് അവർ വരുന്നത്. അവരുടെ ഭക്തി ഉറപ്പിക്കാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് അവരും എന്റെ ഭക്തിയിലായതുകൊണ്ട് അവർ മഹാത്മാക്കളാണെന്നാ പറയുന്നത് ഭഗവാൻ. ഭക്തി സേവനത്തിൽ നിന്നും എന്തെങ്കിലും ആഗ്രഹിച്ചു പുലർത്തുന്നവരെയും ഭഗവാൻ കൈക്കൊള്ളുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി, അല്ലെ സ്വാർത്ഥമായ ആഗ്രഹത്തിന് വേണ്ടി വരുന്നവരെയും ഭഗവാന്റെ അടുത്താ വരുന്നെങ്കിൽ ഭഗവാൻ അവരെ പൂർണ്ണമായിട്ട് കൈക്കൊള്ളുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ പരസ്പര സ്നേഹത്തിന്റെ കൈമാറ്റമാണിത്. പരസ്പര സ്നേഹത്തിന്റെ കൈമാറ്റമാണിത്. അങ്ങനെ പരസ്പര സ്നേഹത്താലും വിശ്വാസത്താലും അവരുടെ ഭഗവത് ഭക്തി ഉന്നതി പ്രാപിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉപദേശാമൃതത്തിൽ പറഞ്ഞ പോലെ പരസ്പര സ്നേഹം ഭക്തന്മാർ തമ്മിൽ കൈമാറുന്നത് എങ്ങനെയാണ്? അവർക്ക് ഉപഹാരങ്ങൾ കൊടുത്തും ഉപഹാരങ്ങൾ സ്വീകരിക്കും എന്ന് പറയുന്ന പോലെ ഭക്തിയിൽ ഭഗവാൻ ഉപഹാരങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് ഭക്തിയാണ് ഭഗവാൻ ഉപഹാരമായിട്ട് നമുക്ക് തരുന്നത്. പരസ്പര സ്നേഹത്തിന്റെ കൈമാറ്റത്തെയാണ് നമ്മൾ ഭഗവാൻ നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് അതെല്ലാം സാധിച്ചു തരുന്നത്. അപ്പൊ അതിന് വേറൊരു കുറ്റവും കുറവും നമുക്ക് പറയാൻ പറ്റില്ല. ഭഗവാൻ ഭഗവത്ഗീതയിൽ 7:18 അരുളി ചെയ്യുന്നുണ്ട്, ഭക്തന്മാർ എന്റെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ നേരത്തെ തന്നെ ഭഗവാൻ ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഞാന് വൈകുണ്ഠത്തിലോ ഋഷിമാരുടെ ഹൃദയത്തിലോ മുനിമാരുടെ ഹൃദയത്തിലോ അല്ല ഞാൻ വസിക്കുന്നത്. ഞാൻ എന്റെ ഭക്തർ കൂടിയിരുന്ന് എവിടാണോ എന്റെ മഹിമളെ വാഴ്ത്തുന്നത് ഞാൻ അവർക്കുള്ളിലായിരിക്കും, അവരുടെ ഹൃദയത്തിലായിരിക്കും ഞാൻ വസിക്കുന്നത്. ഞാൻ അവരുടെ ഹൃദയത്തിലും വസിക്കുന്നു എന്നാണ് ഈ ഭഗവത്ഗീത 7:18 ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. കാരണം ഈ 4 വിധത്തിലുള്ള ഭക്തന്മാരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ദുഷ്കൃതികളെ ഭഗവാൻ ഇതില് പറയുന്നുണ്ട്, എവിടെ പർപ്പറ്റില്. ആ ദുഷ്കൃതികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭഗവത്ഗീത 7:15 പറയുന്നു, നമാ ദുഷ്കൃതിനോ മൂഢ മായ അപഹൃതജ്ഞാന അസുരാഭാവം അജയിതാം. അതായത് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ആസുരികമായ ഭാവമുള്ളവർ, അതുപോലെ തന്നെ ദുഷ്കൃതികൾ ആരൊക്കെയാണ് പറയുന്നത് എന്ന് ഇവിടെ പറയുന്നത്. ഒന്ന് മൂഢന്മാർ, രണ്ടാമത് നരാധമന്മാർ, മൂന്നാമത് ജ്ഞാന അപഹൃതമായിട്ടുള്ള ദുഷ്കൃതികള്, പിന്നെ നാലാമത്തത് അതായത് നിരീശ്വരന്മാർ, നാസ്തികർ എന്നൊക്കെയാണ് ഈ 4 വിധക്കൂട്ടരായിട്ടുള്ളത്. ഇപ്പൊ മൂഢന്മാർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഭാരം ചുമക്കുന്ന കഴുതയെ പോലെയാണ് മൂഢന്മാർ. അവരെന്തിനാണ് അധ്വാനിക്കുന്നത് പോലും അവർക്കറിയില്ല. അവരെ സംബന്ധിച്ചോളം കഴുതയെ പോലെയാണ്. ഇപ്പൊ കഴുത എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് പുല്ല് കൊടുക്കുമ്പോഴേക്ക് അവരുടെ യജമാനെ സസന്തോഷം സേവിക്കും അധ്വാനത്തിലൂടെ. ഇവിടെ കർമ്മത്തിന്റെ ഫലം, അതായത് പ്രയത്നത്തിന്റെ ഫലം സ്വയം അനുഭവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. പ്രയത്നഫലം ഭഗവാൻ അർപ്പിക്കണമെന്ന ശാസ്ത്രവസ്തും അവർ അംഗീകരിക്കുന്നില്ല. അപ്പൊ സ്വയം ആസ്വദിക്കണം. ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് അതിന്റെ ഫലമെടുത്ത് എനിക്ക് ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മൂഢന്മാർ. അതായത് സാധാരണ ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? നിന്റെ കർമ്മഫലം എനിക്ക് അർപ്പിക്കൂ. കർമ്മഫലം നീ അർപ്പിക്കുന്നതോടുകൂടി നീ ശുദ്ധനായിത്തീരും. പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ചില പ്രഭുപാദ് കഴുതയാണ് മൂഢന്മാർ, അതായത് ഭഗവാനെ ആശ്രയിക്കാത്തവർ കഴുതയാണെന്ന് പറയുന്നത്. ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കണമെന്ന് അറിയാത്ത ഫലകാംക്ഷിയായ മൂഢന്റെ സ്ഥിതിയാണ് ഇത്. അവന്റെ എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടിയുള്ള യജ്ഞമാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല ആ മൂഢൻ. അതായത് അജ്ഞതയാണ് ഇതിന് കാരണം. ആ മൂഢന് അജ്ഞതയാണ്. ഭഗവാനാണ് സർവസൃഷ്ടിയുടെയും അധിപനെന്നും സർവദേവന്മാരുടെ അധിപനെന്നും അവർ അറിയുന്നില്ല. ഭഗവാനാണ് തന്റെ യജമാനെന്ന്, അതായത്
അവൻ വിശ്വസിക്കുന്ന യജമാനന്റെയും യജമാനനാണ് ഭഗവാൻ എന്നുള്ള കാര്യം അവൻ അജ്ഞതയാൽ അറിയുന്നില്ല. നശിച്ചു പോകുന്ന ഭൗതിക സമ്പത്തുകൾ അത്രേ അവരുടെ ജീവിത സർവസ്വവും. അതായത് അവര് അധ്വാനിക്കുന്നു, പണം വാരിക്കൂട്ടുന്നു, പക്ഷേ അതിന്റെ ഒരു അംശം പോലും അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അത്ര അധ്വാനം ചെയ്ത് ക്ലേശം അനുഭവിക്കുന്നവരാണ് ഈ മൂഢന്മാർ. ആരെങ്കിലും യജമാനായി സങ്കല്പിച്ച് രാവും പകലും അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു. അതാണ് മൂഢന്മാർ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം, ആരാണ് നരാധമൻ. നരാധമന്മാർ 84 ലക്ഷം ജീവറങ്ങളിൽ 4 ലക്ഷത്തോളം വരുന്നു മനുഷ്യജന്മങ്ങൾ. ഈ മനുഷ്യജന്മങ്ങൾ എന്ന് പറയുന്ന ജീവിത മരണ ചക്രങ്ങളിൽ അസുലഭമായി ലഭിക്കുന്ന ഒന്നാണ്. അസുലഭമല്ല, ദുർലഭമായി ജനിപ്പിക്കുന്ന ഒന്നാണ് ഈ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞത്. അത് എന്തിനു വേണ്ടി നമുക്ക് തന്നിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സാമൂഹികമായ വളർച്ച എത്തിയിട്ടും ധാർമ്മിക തത്വങ്ങൾക്ക് വിധേയരാകാത്തവരെ നരാധന്മാർ എന്നാണ് ഗണിക്കുന്നത്. കാരണം ഇവർക്ക് ആ അമൂല്യമായ മനുഷ്യ ശരീരം കിട്ടിയിട്ടും ധാർമ്മിക തത്വങ്ങൾ അനുസരിക്കാതെ, ഭഗവാനെ അനുസരിക്കാതെയുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത്. അവരെയാണ് നരാധമന്മാരെന്ന് പറയുന്നത്. അതായത് 4 ലക്ഷം ജീവികളിൽ, മനുഷ്യ ജീവികളിലെ ഏറ്റവും അടിത്തട്ടിലുള്ളവരാണ് ഈ നരാധമന്മാരെന്ന് പറയുന്നത്. സർവശക്തനും പരമസത്യവുമായ ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ടുള്ള അതീന്ദ്രിയ ബന്ധം സ്ഥാപിക്കാതെ തനിക്ക് കിട്ടിയ അമൂല്യ മനുഷ്യജന്മത്തെ പാഴാക്കി കളയുന്നവൻ നരാധമൻ തന്നെ എന്ന് ഉറപ്പിച്ച് ഭഗവാൻ പറയുന്നു. മനുഷ്യജന്മം അമൂല്യമാണ്. അത് കിട്ടിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? തൻ്റെ കർമ്മബന്ധങ്ങളെ എല്ലാം അറുത്തുമാറ്റി ഭഗവത് പാദങ്ങളിലേക്ക് പോകാനുള്ള ഒരു ശരീരമാണ് മനുഷ്യജന്മം. എന്തുകൊണ്ടാണ്? ഭക്തിയുത സേവനം ചെയ്യാൻ മനുഷ്യജന്മത്തിന് മാത്രമേ, മനുഷ്യ ശരീരത്തിന് മാത്രമേ പറ്റൂ എന്ന് അവരറിയുന്നില്ല. മറ്റുള്ള ജീവികളിൽ ഒന്നും നേടാൻ പറ്റാത്ത ആ അസുലഭ മുഹൂർത്തം സ്വീകരിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ജന്മസിദ്ധമായ ഭഗവത് അവബോധം മായാമോഹിതനായി ശിശുവായി തീരുന്നു. കുട്ടികളിൽ നിർലീനമായ ആ ദിവ്യാവബോധത്തെ, അതായത് ഭഗവാന്റെ ആ ഒരു എന്താ പറയുക ബോധം, ആ ഭഗവാന്റെ കൃഷ്ണാവബോധം എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ആ കുട്ടി ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഭാഗവത്തിൽ പഠിച്ചിട്ടുള്ളതല്ലേ. അതായത് നമ്മുടെ ശൂതഗോസ്വാമി അതിന്റെ ഉദാഹരണമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു, ഭഗവാനെ എനിക്ക് ഇത്രയും കഷ്ടതയുള്ള ഈ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ എന്തുമാത്രം കഷ്ടതയായിരിക്കും ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഭഗവാനെ എനിക്ക് ഈ ജന്മം ആവശ്യമില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരും അങ്ങനെ ഭഗവാനെ ഓർക്കുന്നുണ്ട് ഗർഭപാത്രത്തിൽ വെച്ച്. ഞാൻ ചെയ്തു പോയതെല്ലാം അപരാധങ്ങളായി പോയി ഭഗവാനെ, ഞാൻ ഇനി ഒരു ജന്മം എടുത്താൽ ഞാൻ അങ്ങയുടെ സേവനം പ്രാപ്തമാക്കിക്കൊണ്ട് ഞാൻ ജീവിച്ചു കൊള്ളാം. അതുകൊണ്ട് ഈ കഷ്ടതയിൽ നിന്നും എത്രയും പെട്ടെന്ന് എന്നെ മോചിപ്പിക്കണേ എന്നാണ് ആ കുഞ്ഞു ഗർഭപാത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞ് ജനിച്ചു വീഴുന്നതോടുകൂടി ആ മായയുടെ പ്രഖരമേറ്റ് ആ കുഞ്ഞിന്റെ ബുദ്ധി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട് ആ സ്മൃതിയിലുണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ചില ഭാഗവതർ മനുഷ്യജന്മം വീണ്ടും എടുക്കുന്ന സമയത്ത്, അല്ലെ വേറെ ഏതൊരു ജന്മം എടുക്കുന്ന സമയത്തും അവരുടെ സ്മൃതി നഷ്ടപ്പെട്ടു പോകുന്നില്ല. കാരണം ഭഗവാൻ പറയുന്നുണ്ട്, എവിടെ നീ നിർത്തിയോ ഭക്തിയുടെ സേവനം, എവിടെ നീ നിർത്തിയോ അവിടെ നിന്നും നീന്റെ അടുത്ത ജന്മത്തിൽ അത് തുടരുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഭക്തരല്ലാത്തവരാണെങ്കിലോ അവരുടെ എല്ലാ ബുദ്ധി, അവരുടെ ആ ആ തലച്ചോറ് തന്നെ പുതിയതായിട്ടുണ്ടാക്കിയാണ്. അതിനകത്തൊന്നുമില്ല. അത് വെറും ബ്ലൈൻഡാണ്. അതിനി ഡാറ്റ നിറയ്ക്കണം. അങ്ങനെ ആണ് നമ്മൾ ശിശുരൂപത്തിൽ ജന്മമെടുക്കുന്നത്. അതിനകത്തൊന്നും അറിയില്ല. അപ്പൊ ആ അവസ്ഥയില് ഇരിക്കുന്ന കുഞ്ഞിനെ
എങ്ങനെയാണ് നമ്മൾ പരിശീലിപ്പിക്കേണ്ടത്? അത് ഓരോ മാതാപിതാക്കളുടെയും ചുമതലയാണ്. ആ കുഞ്ഞിനെ, ആ കുട്ടിയുടെ മനസ്സിൽ അന്തർലീനമായി കിടക്കുന്ന ആ അവബോധത്തെ, ദിവ്യ അവബോധത്തെ വളർത്തിയെടുക്കേണ്ടത്, ഉണർത്തിയെടുക്കേണ്ടത് കടമ മാതാപിതാക്കൾക്കുള്ളതാണ്. ഇന്നും സ്വയം ഭക്തി ചെയ്തുകൊണ്ട് ഭഗവത് പാദത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ ആശ്രയിക്കുന്ന നിങ്ങളുടെ കുട്ടികളുടെയും ഉന്നതി നിങ്ങളുടെ കടമയാണ്. അതുപോലും പാലിക്കാതെ ഭർത്താവ് ഭാര്യയുടെ ഉന്നതി ആഗ്രഹിക്കണം, ഭാര്യയെയും കൂടെ ഭഗവത് പാദത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രയത്നിക്കണം. അങ്ങനെ പ്രയത്നിക്കാത്ത ഒരു ഭർത്താവ് ഭഗവത് പാദങ്ങളിൽ എത്തത്തില്ല. സ്വന്തമായിട്ട് മാത്രം കാണണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ അയലത്ത് താമസിക്കുന്നവരെയും കൃഷ്ണാബോധം പകർന്നു കൊടുക്കാനുള്ള കടമ ഒരു ഗ്രഹനാഥനുണ്ട്, അല്ലെ ഗൃഹസ്ഥനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുട്ടികളെ ആത്മീയ വിദ്യാഭ്യാസത്തിനോട് നിങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കാതെ അവരെ പറഞ്ഞുവിടണം. പഠിപ്പിക്കുന്നവരെ പറഞ്ഞുവിടണം. അവരുടെ അടുത്ത് പറഞ്ഞു വിട്ട് കുഞ്ഞുങ്ങൾക്ക് ആത്മീയ ബോധം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ അടുത്ത തലമുറയാണ് അവര്. ഭക്തിയുടെ സേവന മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വിധത്തിലാണ് ചിന്തിക്കേണ്ടതെന്നാണ് ഇവിടെ വ്യാസദേവൻ പറയുന്നത്. വർണ്ണാശ്രമ വ്യവസ്ഥ തന്നെ തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണാബോധത്തെ പടിപടിയായി സ്വധർമാനുഷ്ഠാനം വഴി വളർത്തുന്നതിന് വേണ്ടി ഉള്ളതാണ്. അപ്പൊ മനുഷ്യജന്മത്തിൽ തന്നെ നമുക്ക് നിയമങ്ങളും കാര്യങ്ങളും തന്നിട്ടുണ്ട്. വർണ്ണാശ്രമ വ്യവസ്ഥ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ പടിപടിയായിട്ട് മുന്നോട്ട് പോകേണ്ടത്? നമുക്ക് ഓരോരുത്തർക്കും സ്വധർമ്മമുണ്ട്. ആ സ്വധർമ്മം ചെയ്യാതെ നമ്മൾ പരോധർമ്മത്തെ ആശ്രയിക്കാൻ പാടില്ല. സ്വധർമ്മത്തിൽ കൂടി പടിപടിയായി നമ്മൾ വളരണം എന്നാണ് വർണ്ണാശ്രമധർമ്മം വ്യവസ്ഥ ചെയ്യുന്നത്. അങ്ങനെ വർണ്ണാശ്രമ സ്വധർമ്മം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഭഗവാൻ വ്യക്തമായിട്ട് നമ്മൾ ധർമ്മം ചെയ്യുമ്പോൾ തന്നെ ഭഗവാൻ അത് മനസ്സിലാകും. അപ്പോൾ ഉടനെ തന്നെ നമ്മളെ എന്ത് ചെയ്യും? നേരെ കൊണ്ടുപോയിട്ട് ഭക്തസംഘത്തിൽ നമ്മളെ ഇരുത്തും. ഭക്തസംഘത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ ആ സ്വധർമ്മം എന്നുള്ള കാര്യവും അവിടെ പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഭക്തിയുത സേവനം ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ പടിപടിയായി വരേണ്ടത്. എന്നാൽ ഈ കലിയുഗത്തിൽ ഇത് പാലിക്കാത്തതിനാൽ 99%, അതായത് 99.9% നരാധമന്മാരാണ്. കാരണം അവര് ഭഗവാനെ ഒരിക്കലും പ്രാപിക്കില്ല. അവര് ഭഗവാനെ ആശ്രയിക്കാതെ വന്നാൽ അവരൊരിക്കലും ഭഗവാനെ പ്രാപിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 99% ഈ കലിയുഗത്തിൽ നരാധവന്മാരാണെന്ന് ശ്രീല് നാരദമുനി പറഞ്ഞുവിടെ വെക്കുന്നത്. പരമഭക്തന്റെ കാരുണ്യം നരാധവന്മാർ എങ്ങനെ കിട്ടി, അവരെ ഭഗവത് ഭക്ത ആശ്രയത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് ശ്രീ നിത്യാനന്ദ പ്രഭു നമുക്ക് ഉദാഹരണമായി തന്നിട്ടുണ്ട്, ജഗായിമതായി. അപ്പൊ ശുദ്ധഭക്തർ എന്താ ചെയ്യണ്ടേ? ഭഗവത് തത്വം അറിഞ്ഞവർ, ശുദ്ധമായിട്ടുള്ള ഭക്തര് നരാധവന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അല്ലാത്തവർ നരാധവന്മാരുടെ ഇറങ്ങിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ അവരും നരാധവന്മാരായിട്ട് മാറും എന്നാണ് ശീല പ്രഭുപാദ് പറയുന്നത്. ആദ്യം നിങ്ങളുടെ ശുദ്ധത പവിത്രീകരിച്ച്, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മുടെ ചിന്തയെയും പവിത്രീകരിച്ച് നമ്മൾ ആർജിക്കുന്ന ആ ജ്ഞാനം മറ്റുള്ളവരുടെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ഇറങ്ങണം. അതായത് എൻ്റെ നിർദ്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. അപ്പൊ ആ തത്വം അംഗീകരിച്ചുകൊണ്ട് ശ്രീ നിത്യാനന്ദ പ്രഭു കാണിച്ച പാതയിലേക്ക് നമ്മൾ സഞ്ചരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു നരാധമന് ഭക്തന്റെ കാരുണ്യത്താൽ മാത്രമേ ആധ്യാത്മിക ബോധത്തെ പുനർജീവിപ്പിക്കാൻ പറ്റൂ. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഭക്തനില്ലാതെ നരാധമന്റെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന ആ കൃഷ്ണാബോധത്തെ ഉണർത്തണമെങ്കിൽ ഭക്തൻ ചെല്ലാതെ പറ്റില്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃഷ്ണ തത്വത്തെ പഠിച്ച് അംഗീകരിച്ച് ആയാൽ അവരുടെ അടുത്ത് നമുക്ക് പോകാം, അവരെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ആര്യശീല പ്രഭുപാദ് നമുക്ക് തന്നിരിക്കുന്നത്. വിനയപൂർവമായ ഭഗവത് കഥാശ്രവണം കൊണ്ട് നരാധമനെ പോലും ഭഗവത് കൃപ പ്രാപ്തനാക്കാം. അതായത്
ഭഗവാന്റെ കഥാശ്രവണം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഭഗവാന്റെ കഥനത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഭഗവാന്റെ ലീലയെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഭഗവത് നാമത്തിന്റെ മഹാത്മ്യത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു നരാധവന് പോലും ഭക്തനാകാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ദുഷ്കൃതികളാണ്. അതായത് മായ അപഹൃത ജ്ഞാനികൾ. മായികമായ ഭൗതിക വെളിച്ചത്തിന്റെ ഒളിച്ചിന്നലിൽ തന്നെ തന്നെ മതിമറന്ന് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ദുഷ്കൃതികൾ, അല്ലെങ്കിൽ മായ അപഹൃത ജ്ഞാനികൾ. അവർക്ക് ജ്ഞാനമുണ്ട്, പക്ഷേ അവർക്ക് അഹങ്കാരമുണ്ട്. ഞാനാണ് എല്ലാം എന്ന അവസ്ഥയിലേക്ക് അവർ മാറുന്നു. പരമദിവോത്ത പുരുഷൻ ശ്രീകൃഷ്ണനാണെന്ന് ലളിതമായ ഭാഷയിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ പോലും അവർക്കത് മനസ്സിലാവില്ല. കാരണം അവർ ഭഗവത്ഗീതയിൽ നിന്ന് ജ്ഞാനമെടുക്കും, പക്ഷേ അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നു. അവർ ഭഗവാനെ അറിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തോട് തുല്യനായോ ഉപരിയായോ ഈ സൃഷ്ടിയിൽ മറ്റാരും തന്നെയില്ല. അദ്ദേഹം പ്രപിതാമഹനും ബ്രഹ്മാവിന്റെ പിതാവുമാണ് എന്നറിയാത്തവൻ ദുഷ്കൃതിയാണ്. മായ അപഹൃത ജ്ഞാനത്താൽ സാധാരണ ജനങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിവൈശിഷ്ട്യത്തെ അവഗണിക്കുന്നു. ആ അപ്രമാദിത്വത്തെ അവർ അവഗണിക്കുകയാണ് ചെയ്യുന്ന. ആര്? അജ്ഞാനത്താൽ സാധാരണ ജനങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിവൈശിഷ്ട്യത്തെ അറിയാതെ അദ്ദേഹത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആധികാരികങ്ങളല്ലാത്തതും ഗുരുശിഷ്യ പരമ്പരയിൽ പെടാത്തതുമായ ഗീതാ വ്യാഖ്യാനങ്ങൾ ആധ്യാത്മിക ജ്ഞാനമാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതാണ്. അങ്ങനെ ഈ പറയുന്ന അപഹൃത ജ്ഞാനമുള്ളവര്, അതായത് മായ അപഹൃത ജ്ഞാനമുള്ളവര് ഭഗവത്ഗീതയ്ക്ക് കൊടുക്കുന്ന, ഭാഗവത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ ശുദ്ധഭക്തരുടെ പ്രവർത്തനത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നവയാണ്. അപ്പൊ അതുകൊണ്ട് ശുദ്ധഭക്തർ നമുക്ക് തരുന്ന ക്ലാസ്സുകളില് ഇരിക്കുമ്പോൾ ഒരു ശ്രദ്ധ നമ്മൾ എപ്പോഴും കാണണം. കാരണം നമ്മുടെ സംശയത്തിന് ആധികാരികത ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് മാത്രമേ ആ ശുദ്ധഭക്തരുടെ സംശയം ഉണർത്തിക്കാവൂ. നമ്മൾ മറ്റുള്ളവരെല്ലാം നാനാവിധത്തിലുള്ള എന്താ പറയുന്ന ദുഷ്കൃതികളുടെ വ്യാഖ്യാനങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു ശുദ്ധഭക്തന്റെ അടുത്ത് നമ്മൾ സംശയം ചോദിക്കുമ്പോൾ ആ സംശയം അത് ആ ഭക്തിമാർഗത്തിൽ തടസ്സമുണ്ടാക്കാനേ ഉപകരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ അജനും ആദിപുരുഷനും ശാശ്വതനും സനാതനും സച്ചിദാനന്ദ രൂപനും സർവത്തിന്റെയും ഉറവിടവും ആണെന്നുള്ള വിവരം മായാൽ മറക്കപ്പെട്ടിരിക്കുന്നതിന് മനസ്സിലാവില്ല. കാരണം അവന്റെ ജ്ഞാനം സ്വാർത്ഥതയാൽ മറക്കപ്പെടുന്നത്, അഹങ്കാരത്താലാണ് മറക്കപ്പെടുന്നത്, ആവരണത്താൽ മറക്കപ്പെടുന്നത്. അവന്റെ ആവരണം അത് ഗർഭപാത്രത്തിലെ ശിശുവിനെ പോലെയാണ്. ആ ആവരണം എടുക്കണമെങ്കിൽ ആവരണത്തിൽ നിന്ന് അവനെ പുറത്തു അപഹൃത ജ്ഞാനമുള്ള ആളിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു ശുദ്ധഭക്തന് മാത്രമേ കഴിയൂ. ഒരു ശുദ്ധഭക്തന്റെ സാമീപ്യം കൊണ്ട് മാത്രമേ ആ ജ്ഞാനത്തിന്റെ അഹങ്കാരത്താൽ, ജ്ഞാനത്തിന്റെ സ്വാർത്ഥതയാൽ വർത്തിക്കുന്നവന് പുറത്തു വരാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് ഗുരുവിനെയും ഭഗവാനെ ആശ്രയിക്കല്ലാതെ ദുഷ്കൃതികൾക്ക് അല്ലെങ്കിൽ മായാപഹൃത ജ്ഞാനിക്ക് വേറൊരു വഴിയും ഇല്ല എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അടുത്തത് നാലാമത്തത് ആസുരികളാണ്, അതായത് നാസ്തികർ. പരമപുരുഷനായ ഒരു അപ്രമാദിത്വമുള്ള ഒരു ശക്തിമാൻ ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ വിഭൂതികളിൽ ഒരു അംശത്താലാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതെന്നും നശിപ്പിക്കപ്പെടുന്നതെന്നും വിശ്വസിക്കാൻ ഈ പറയുന്ന നാസ്തികർക്ക് കഴിവില്ല. എന്തുകൊണ്ടാണ്? അവര് പൂർണ്ണ അജ്ഞരാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവുമില്ല. അവർക്ക് അറിയില്ല, അവർ ശാസ്ത്രം പഠിക്കുന്നില്ല. മറ്റു ചിലർ ഈശ്വരൻ അവ്യക്തഗതാ ഭാവത്തിന്റെ അധീനനാണെന്നും അല്ലെ ആശ്രിതനാണെന്നും കരുതുന്നു. ചിലർ പറയുന്നത് അവ്യക്തതാ ഭാവമാണ് ഏറ്റവും വലുത്, കൃഷ്ണൻ അതിന്റെ ആശ്രിതനാണെന്നാണ് മറ്റു ചിലർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള പരമസത്യം ആയ എല്ലാവരുടെയും പ്രാപ്യസ്ഥാനമായ ഭഗവത് വ്യക്തിത്വത്തിൽ ഈർഷ്യയുള്ള നിരീശ്വരവാദികൾ കപോലകൽപതങ്ങളായ പല കപട ജൂഢ അവതാരങ്ങളെ രംഗത്ത് ഇറക്കി ഭഗവാനെ നിന്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഭഗവാന്റെ വ്യക്തിത്വത്തില് ഈർഷ്യയുള്ളവരാണ് നാസ്തികർ.
കാരണം അവർ അംഗീകരിക്കില്ല, അവർ ഭഗവാനെ ആശ്രയിക്കില്ല, ഭഗവാന്റെ അടുത്ത് പോകില്ല, ഭഗവാനെ വെറുക്കുന്നവർ. അങ്ങനെയുള്ളവർ ഒരിക്കലും ഭഗവാനെ കീർത്തിക്കില്ല, അവര് ഭഗവാനെ നിന്ദിക്കാനേ ശ്രമിക്കുള്ളൂ. ഏത് അവസരം കിട്ടിയാലും അവര് കപട ഭക്തരെ ഇറക്കി, കപട സന്യാസികളെ ഇറക്കി ഭഗവാന്റെ തത്വത്തിനെതിരായ പ്രതികരിക്കാനും അത് പ്രചരിപ്പിക്കാനും അവർ നോക്കും. അവരുടെ ആസ്തിക സ്വഭാവത്തിന്റെ മൂർധന്യം വെളിവാക്കുന്നതാണിത്. എങ്ങനെ? ഭഗവാനുള്ള ഈർഷ്യയാൽ ഭഗവാനെതിരെ നിൽക്കുന്ന ആ മനസ്ഥിതിയാണ് അവരുടെ ഈർഷ്യയുടെ മൂർധന്യാവസ്ഥ എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ യമുനാചാര്യർ, അഗർവാൾ, അതുപോലെ തന്നെ വ്യാസൻ, അശിതൻ മുതലായ ഋഷി ശ്രേഷ്ഠരായാലും അങ്ങ് വാഴ്ത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഇവിടെ വ്യാസദേവൻ പറയുന്നുണ്ട്. ഇവരാരെല്ലാരും വാഴ്ത്തപ്പെടുന്ന അങ്ങയെ നിരീശ്വരവാദികളായ എന്തുകൊണ്ട് അങ്ങയെ ആശ്രയിക്കുന്നില്ല എന്ന് ആ ഒരു ചോദ്യം വരുന്നു. കാരണം ഭഗവാൻ അവർക്ക് അഗ്രാഹ്യനാണ്, ഭഗവാൻ അവർക്ക് തോന്നുക. അതായത് ഭഗവാൻ ഗുഹ്യമാണ്. ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം, 3 അവസ്ഥയുണ്ട് ഭഗവാൻ. ഏറ്റവും ഗുഹ്യമായിട്ടുള്ളത്, ഏറ്റവും ഗുഹ്യതമമായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാർക്ക് മാത്രമേ പറയുള്ളൂ. അതിന്റെ ഉദാഹരണമാണ് അർജുനനോട് ജ്ഞാനവിജ്ഞാന യോഗം എന്നുള്ള ആ അധ്യായം അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത്. രഹസ്യതരമായിട്ടുള്ള കാര്യങ്ങൾ ഭക്തർക്ക് അറിയാൻ പറ്റും. എങ്ങനെ? ഭഗവത് സത്സംഗം കൊണ്ടും അതുപോലെ തന്നെ ശാസ്ത്രം വായിച്ചുകൊണ്ടും അവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ അറിവിന്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഗുരു, സാധു, ശാസ്ത്രം. ഇപ്പൊ ഗുരു പറയുന്നത് അത് ശാസ്ത്രത്തിലുള്ളതാണ്, ശാസ്ത്രത്തിലില്ലാത്ത ഗുരു പറയുന്നില്ല. അതുപോലെ തന്നെ സാധുസംഘം പറയുന്നതും ശാസ്ത്രത്തിലുള്ളതാണ്. എല്ലാം ഒന്നാണ്. എല്ലാരും പറയുന്ന ഒരേ മാറ്റി അവർ പറയില്ല. കാരണം പരമ്പര ശ്രേണിയിൽപ്പെട്ട ഭക്തന്മാർ ഒരിക്കലും ഒരു കാര്യവും മാറ്റി സ്വന്തം നാവിൽ നിന്ന് പറയില്ല. ഗുരു പറഞ്ഞതും പറയും, ശാസ്ത്രത്തിലുള്ളതും മാത്രമേ പറയുന്നുള്ളവർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് അവരെ പോലും ആശ്രയിക്കാൻ ഈ പറയുന്ന നാസ്തികർക്ക് താല്പര്യമില്ല. കാരണം അവർ വെറുക്കുന്നു. അവര് ഈ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കാനായിട്ട്, കൃഷ്ണാബോധ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, അതുപോലെ തന്നെ ജൂഢസന്യാസികളായാലും ശരി, അതുപോലെ തന്നെ ജ്ഞാനാപഹൃതരായിട്ടുള്ള മായയാൽ ജ്ഞാനം അപഹരിച്ചവരായാലും ശരി, അവരെല്ലാരും ഈ കാര്യങ്ങളാണ് ചെയ്തു പോരുന്നത്. ആകയാൽ ശ്രീമദ് ഭാഗവതം ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്കോ ഒരു സമ്പ്രദായത്തിനോ വേണ്ടി മാത്രം രചിക്കാനല്ല ശ്രീ വ്യാസദേവനോട് ശ്രീ മഹാമുനി പറയുന്നത്. ഭഗവാന്റെ കരുണ സൂര്യരശ്മികളെ പോലെയാണ്. ആ സൂര്യരശ്മി, സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ അതിന്റെ രശ്മി ഒരു തടസ്സവുമില്ലാതെ ജലത്തിലും ഭൂമിയിലും പർവ്വതത്തിലും പാറയിലും ചെളിയിലും എല്ലായിടത്തും ആ സൂര്യരശ്മി പതിക്കുന്നുണ്ട്. ആ സൂര്യരശ്മിയുടെ മാഹാത്മ്യം സ്വീകരിക്കുന്നത് അവരവരുടെ ഗുണതത്വങ്ങൾ അനുസരിച്ചാണ്. ഇവിടെ വിത്ത് വാരി വിതറുമ്പോൾ പാറയിൽ പതിക്കുന്ന വിത്തുകൾ മുളയ്ക്കാറില്ല, ഫലഭൂയിഷ്ഠമുള്ള മണ്ണിൽ പതിക്കുന്ന വിത്തുകൾ മുളയ്ക്കുന്നു. എന്തുകൊണ്ടാണ്? ആ ഫലഭൂയിഷ്ഠമുള്ള മണ്ണ് ആ വിത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞു. കാരണം ആ പാറയോ അതിനെ ഉണക്കിക്കളയും എന്ന് പറയുന്ന പോലെ ഇവിടെ അഭക്തർ, അവർക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റില്ല. എന്നാൽ ഭഗവാൻ നിഷ്പക്ഷനാണ്. ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഒരുപോലെയാണ് വിതറുന്നത്. പക്ഷെ അവരത് സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കുന്ന ഭക്തൻ അതുകൊണ്ട് ഉന്നതി പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സുഹൃതി ഉണ്ടെങ്കിലേ ഭഗവത് ഭക്തനാകാൻ പറ്റൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. സുഹൃതി ഇല്ലാതെ ഭഗവത് ഭക്ത ആകാനും പറ്റില്ല, ഭഗവാനെ ആശ്രയിക്കാനും പറ്റില്ല. അങ്ങനെ വ്യാസദേവനുള്ള ഈ നാരദ മഹർഷിയുടെ നിർദ്ദേശങ്ങൾ എന്ന സ്കന്ധം 1 5-ാം അധ്യായം ഇവിടെ പരിസമാപിക്കുന്നു. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം. എല്ലാരും ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നന്ദി പ്രഭുജി, വളരെ സന്തോഷം. പ്രഭു അതില് ലയിച്ച് നല്ല രീതിയിൽ ക്ലാസ് എടുത്തു പ്രഭു.
നമ്മളെല്ലാവരും അതിൽ ലയിച്ചു പോയി. നന്ദി പ്രഭുജി. താങ്ക് യു പ്രഭു, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ദണ്ഡവത് പ്രണാം. വളരെ ഹരേ കൃഷ്ണ സന്തോഷം. പ്രഭു. ഹരേ കൃഷ്ണ പറയൂ പ്രഭു. മാധവ്. പ്രഭു ഹരേ കൃഷ്ണ. ആം, വളരെ വിജ്ഞാനപ്രദമായിട്ട് ഒരു ക്ലാസ്. പ്രഭു എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും വളരെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നതിന് നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം, ദണ്ഡവത് പ്രണാം. പ്രഭു ഒരു കാര്യം ആ പ്രഭു നല്ല ക്ലാസ്സായിരുന്നു. നന്നായിട്ട് ഒരു മിനിറ്റ് മാതാജി എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു, പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. നൈഷ്കർമ്മ്യം അകർമ്മം എന്താ വ്യത്യാസം പ്രഭു? നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ ഫലോദിഷ്ട കർമ്മമാണോ? നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാല് അതായത് ഫലം ഇച്ഛിക്കാതെ ഉള്ള പ്രവർത്തനം, അതിനെ അകർമ്മമാക്കണമെന്നാണ് പറയുന്നത്. അകർമ്മം എന്ന് പറഞ്ഞാൽ കൃഷ്ണകർമ്മമാണ്, കൃഷ്ണന് വേണ്ടിയുള്ള കർമ്മം. നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഫലം വേണ്ട, പക്ഷെ അതിനകത്ത് ഭഗവാനില്ല. അതാണ് നൈഷ്കർമ്മ്യം. അതായത് ഫലം ഉദ്ദേശിക്കില്ല. ഇപ്പൊ ധനികന്മാരും എല്ലാം ഇത് നടത്തുന്നുണ്ട്, എന്താ പറയുന്നത്, അന്നദാനം നടത്തുന്നുണ്ട്, വസ്ത്രങ്ങൾ ദാനം ചെയ്യുക, അതെല്ലാം പുണ്യകർമ്മമായിട്ടേ, നൈഷ്കർമ്മ്യം കൊണ്ട് പുണ്യകർമ്മമായിട്ടേ ഭവിക്കുന്നുള്ളൂ. അവർക്ക് പുണ്യം കിട്ടും. പക്ഷേ കൃഷ്ണകർമ്മം അകർമ്മം ചെയ്തു കഴിഞ്ഞാൽ പുണ്യവും പാപവും ഒന്നുമില്ല, നേരെ ഗോലോകത്തിലേക്ക് പോകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്കിത് രണ്ടും എനിക്ക് കൺഫ്യൂഷൻ ആണ്, നൈഷ്കർമ്മ്യോ അകർമ്മോ അങ്ങനെ വ്യത്യാസം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരിബോൾ. പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാം പ്രവീൺ, പ്രണാം മതി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു, നല്ലതായിട്ട് മനസ്സിലായി. വളരെ വളരെ വിശദമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മതി. ഹരേ കൃഷ്ണ. മതി, നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഇല്ലേ, നിർത്താവോ? ഹരേ കൃഷ്ണ. ശരി പ്രഭുജി, അങ്ങനെ ആയിക്കോട്ടെ. നന്ദി പ്രഭുജി. ദണ്ഡവത് പ്രണാം. അവസരം തന്നതിൽ എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരി ദണ്ഡവത് പരിധാനം ഭാവനേഷു വൈഷ്ണവേഷു നമോ അനന്തകോടി വൈഷ്ണവ ചില പ്രഭു.